everyone! എല്ലാവർക്കും വേദാന്ത മലയാളം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഇസ് ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ നമ്മുടെ എന്താ പറയുക ക്രിസ്മസ് എക്സാമിൻ്റെ റിവിഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ക്വിക്ക് റിവിഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് കേട്ടിരിക്കാം. നമുക്ക് പെട്ടെന്ന് ഈ റിവിഷൻ നമുക്കൊന്ന് എന്താ പറയുക തീർക്കാം. ഓക്കെ, യെസ്. സോ ഫസ്റ്റ് വൺ, എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇലക്ട്രോ കെമിസ്ട്രി? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഇന്റർ കൺവേർഷൻ ഓഫ് കെമിക്കൽ എനർജി ആൻഡ് ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജി നമുക്കറിയാം, എനർജി ക്യാൻ ഈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അപ്പോൾ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറുന്ന പ്രോസസ്സും ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയി മാറുന്ന പ്രോസസ്സും ഇതിന്റെ എല്ലാത്തിനെയും കൺവേർഷനൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. എങ്ങനെ കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കാം, എങ്ങനെ ഇലക്ട്രിക്കൽ എനർജിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഇനി പറയേണ്ട ആവശ്യമില്ല, കാരണം ഇറ്റ്സ് എ റിവിഷൻ ക്ലാസ്. സോ റിഡോക്സ് കോൺസെപ്റ്റ് ഫോർ ഇലക്ട്രോ കെമിസ്ട്രി എന്താണ്? ഓൾ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് ഇൻവോൾവ് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ. എല്ലാ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സിലും മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെയാണ് അവിടെ കറണ്ട് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. സോ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ടേക്സ് പ്ലേസ് ഇൻ എ റിയാക്ഷൻ ഇസ് നോൺ ആസ് റിഡോക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ അല്ലേ? നമുക്കറിയാം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൂസിങ് ഓഫ് ഇലക്ട്രോൺ ആണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗെയിനിങ് ഓഫ് ഇലക്ട്രോണിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും നടക്കുന്നതാണ് എന്ത്? ഒരു റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? സോ ലൂസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ ആണ്. ഈ ഓക്സിഡേഷൻ നടക്കുന്ന ആൾ എന്താണ്? റിഡക്ഷൻ അണ്ടർഗോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ദാറ്റ് മീൻസ് റെഡ്യൂസിങ് ഏജന്റ് ആണ് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? അവരെന്ത് ചെയ്യുക? ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുക. ഇലക്ട്രോൺസിനെ ഇവിടെ ഒരാൾ വാങ്ങി, ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ, അതാണ് എന്ത്? റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിഡക്ഷൻ നടക്കുന്ന ആൾ മറ്റേ ആൾ ഓക്സിഡേഷൻ നടത്താനാണ് പ്രേരിപ്പിച്ചത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എൻ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി രണ്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ടൈപ്പ് ഇസ് ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്ന് നമ്മൾ പറയും. ദ നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രോലിറ്റിക് സെൽ. ഇതിൽ രണ്ടിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഏത് എനർജി ആയി മാറുന്നു എന്നുള്ളതിലാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. അതായത് ഇവിടെ നടക്കുന്നത് ഗാൽവാനിക് അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ലിൽ നടക്കുന്നത് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയി മാറുക ചെയ്യുന്നത്. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നു. പക്ഷേ ഇലക്ട്രോലിറ്റിക് സെല്ലിലേക്ക് വരുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുക ചെയ്യുന്നത്. ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ ആണ് എന്തിൽ നടക്കുന്നത്? നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ടുള്ള ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ലിൽ നടക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു നോൺ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ ആണ്. ഒരു എക്സ്റ്റേണൽ എയ്ഡ് കൊടുത്തിട്ടാണ് ആ റിയാക്ഷൻ നമ്മൾ നടക്കുന്നത്. സോ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും? ഒരു നോൺ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ ആയിരിക്കും. രണ്ടും റിഡോക്സ് റിയാക്ഷൻസ് ആണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ലിൽ നടക്കുന്നത് സ്പോണ്ടേനിയസ് പ്രോസസ്സും ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നടക്കുന്നത് ഒരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സും ആയിരിക്കും എന്നുള്ളതാണ് ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോ കെമിക്കൽ സെൽ, ദ ഡിവൈസ് ഇൻ വിച്ച് ദ ഇലക്ട്രിക്കൽ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ കെമിക്കൽ റിയാക്ഷൻസ് ആർ കോൾഡ് ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? സോ ദ ഡിവൈസ് ഇൻ വിച്ച് ദ ഇലക്ട്രിക്കൽ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽ റിയാക്ഷൻസ് ആർ കോൾഡ് ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, സോ ഇൻ ദീസ് സെൽസ് ദ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ occur in separate containers. They are called half cells. നമുക്കറിയാം ഇലക്ട്രോ കെമിക്കൽ സെല്ല് നമ്മൾ രണ്ട് ഹാഫ് സെല്ലിലായിട്ടാണ് ഓരോ റിയാക്ഷൻസ് നടക്കുന്നത്. ഒരു ഓക്സിഡേഷൻ ഹാഫ് സെൽ ഉണ്ടായിരിക്കും, ഒരു റിഡക്ഷൻ ഹാഫ് സെൽ ഉണ്ടായിരിക്കും എന്നിങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ് റിയാക്ഷനും ആണ് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിലേക്ക് നമ്മൾ പോവാണ്. അതിന്റെ ഒരു മെയിൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്ത്? ഡാനിയൽ സെൽ. എന്താണ് ഡാനിയൽ സെൽ? ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കി വെക്കാം. സോ നിങ്ങൾക്ക് രണ്ട് ഹാഫ് സെൽസ് ഇവിടെ കാണാനായിട്ട് കഴിയും. ഓരോ ഹാഫ് സെല്ലിലും എന്താണ്? ഓരോ ഇലക്ട്രോഡ് നമുക്ക് ഉണ്ടാവും. ആ ഇലക്ട്രോഡ് നമ്മൾ ഫസ്റ്റ് വൺ ഒരു ഇലക്ട്രോഡും അതിന്റെ തന്നെ സോൾട്ട് സൊല്യൂഷനിൽ നമ്മൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാം സിങ്ക് എന്ന് പറയുന്ന ഇലക്ട്രോഡിനെ സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. കോപ്പർ സൾഫേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡിപ്പ് ചെയ്ത് വെച്ചേക്കാ ചെയ്തിട്ടുള്ളത്. കറക്റ്റ് അല്ലേ? യെസ്. എന്നിട്ട് നമ്മൾ ഇതിനെ ഒരു എക്സ്റ്റേണലി ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഇന്റേണലി സോൾട്ട് ബ്രിഡ്ജും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, സോ ഇവിടെ സിങ്ക് എന്ന് പറയുന്ന മെറ്റല് പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കാൻ ചാൻസ് ഉള്ള ആളുകളാണ്. സോ അവരെയാണ് നമ്മൾ ആനോഡിൽ എടുക്കുന്നത്. ആനോഡിൽ നമുക്കറിയാം ഓക്സിഡേഷൻ ആണ് നടക്കുക. ലെഫ്റ്റിലുള്ള ലൂസ് ഓഫ് ഇലക്ട്രോൺ നടന്നിട്ട് ഓക്സിഡേഷൻ നടക്കുന്ന ആളുകളാണ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഉണ്ടാവുക, വിച്ച് ഈസ് സിങ്ക് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. സോ സിങ്കിന് ഓക്സിഡേഷൻ നടക്കാന്ന് പറഞ്ഞാൽ സിങ്ക് 2+ ആയിട്ട് മാറും. എന്നിട്ട് 2 ഇലക്ട്രോൺസിനെ കൊടുക്കും. ഈ 2 ഇലക്ട്രോൺസിനെ ആരെടുക്കും? ഇവിടെയുള്ള നമ്മുടെ സൊല്യൂഷനിലുള്ള കോപ്പർ 2+ അതിനെന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇവിടെ കോപ്പർ മെറ്റൽ ആയിട്ട് എന്ത് ചെയ്യും? അവർ ഡെപ്പോസിറ്റ് ചെയ്യും. ഇവിടെയുള്ള സിങ്ക് സൊല്യൂഷനിലേക്ക് സിങ്ക് 2+ ആയിട്ട് വരുന്നു. ഇവിടെ കോപ്പർ 2+, സൊല്യൂഷനിലുള്ള കോപ്പർ 2+ കോപ്പർ ആയിട്ട് ആ ഇലക്ട്രോഡിന്റെ മേലേക്കും പോകുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലെ? ആനോഡിന്റെ ചാർജ് എപ്പോഴും എന്താണ്? നെഗറ്റീവ് ആണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലില്. ആൻഡ് കാഥോഡിന്റെ എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്സിഡേഷൻ നടക്കുന്ന ഹാഫ് സെല്ലാണ് എന്ത്? ആനോഡ് എന്ന് പറയുന്നത്. റിഡക്ഷൻ നടക്കുന്ന ഹാഫ് സെല്ലാണ് എന്ത്? കാഥോഡ് എന്ന് പറയുന്നത്. രണ്ടിലെയും റിയാക്ഷൻസ് നമ്മൾ എഴുതുന്നു, അതിന്റെ ഓവറോൾ റിയാക്ഷൻ എഴുതുന്നു. ഓക്കെ അല്ലെ? ഇനി ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ നിങ്ങളോട് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഒരു ബാർ ഇട്ടിട്ട് നമ്മൾ എഴുതണം. ഇവിടെ ആനോഡിൽ എന്താ നടക്കുന്നത്? സിങ്ക് 2+ ആവുന്നു. സോ നമ്മൾ എങ്ങനെ എഴുതണം? സിങ്ക് ബാർ സിങ്ക് 2+ എന്ന് എഴുതണം. എന്നിട്ട് കാഥോഡ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു ഡബിൾ ബാർ ഇട്ട് കൊടുക്കണം, വിച്ച് റെപ്രസെന്റ് സോൾട്ട് ബ്രിഡ്ജ്. ഇവർ ഇന്റേണലി കണക്ട് ചെയ്യുന്ന സോൾട്ട് ബ്രിഡ്ജ് ആണ് നമ്മൾ ഈ ഡബിൾ ബാർ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ റിഡക്ഷൻ നടക്കുന്ന റിയാക്ഷൻ അതെന്താണ്? കോപ്പർ 2+ കോപ്പർ ആയിട്ട് മാറുന്നു. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമ്മളോട് ഈ ഒരു സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. ഈ സെല്ലിനെ നമ്മൾ പ്രത്യേകിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? ഡാനിയൽ സെൽ. ഓക്കെ അല്ലേ? സോ ഡാനിയൽ സെല്ലിൽ നമുക്ക് സിങ്ക് ഇലക്ട്രോഡ് ഉണ്ട്, കോപ്പർ ഇലക്ട്രോഡ് ഉണ്ട്. സിങ്ക് ഇലക്ട്രോഡ് ആണ് നമ്മുടെ ആനോഡ്, കോപ്പർ ഇലക്ട്രോഡ് ആണ് നമ്മുടെ കാഥോഡ്. ഇത് നമുക്ക് അറിയുന്നതാണ്. ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്, കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലൂസ് ഓഫ് ഇലക്ട്രോൺ ആണ്, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാണ്? ആനോഡിൽ നിന്നും കാഥോഡിലേക്കാണ് ആര് മൂവ് ചെയ്യുന്നത്? ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. നമുക്കറിയാം കറണ്ടിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഇലക്ട്രോണിന്റെ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് കറണ്ടിന്റെ മൂവ്മെന്റ് വിൽ ബി ഫ്രം കാഥോഡ് ടു ആനോഡിലേക്കായിരിക്കും കറണ്ടിന്റെ മൂവ്മെന്റ്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ആനോഡ് ടു കാഥോഡ്, whereas ഡയറക്ഷൻ ഓഫ് കറണ്ട് വിൽ ബി കാഥോഡ് ടു ആനോഡ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ നമ്മൾ പറഞ്ഞു സിങ്ക് ഇലക്ട്രോഡിൽ നിന്നുള്ള സിങ്ക് എന്താണ്? സിങ്ക് 2+ ആയിട്ട് സൊല്യൂഷനിലേക്ക് ഇങ്ങനെ വരികയാണ്. ദാറ്റ് മീൻസ് സിങ്ക് ഇലക്ട്രോഡ് വിൽ കീപ് ഓൺ ഡിസോൾവിങ്. ക്ലിയർ അല്ലേ? കോപ്പറിന് എന്ത് വരും? തിക്നെസ് ഓഫ് കോപ്പർ ഇലക്ട്രോഡ് എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്, ഡൗട്ട് ഇല്ലല്ലോ? Okay, so this is what is happening in Daniel cell. ഇനി നമ്മൾ പറഞ്ഞു അവിടെ സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട് എന്നുള്ള കാര്യം. എന്തിനാണ് സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പോയിന്റ്സ് ആണ് നമുക്കുള്ളത്. ഇറ്റ് വിൽ കംപ്ലീറ്റ് ദ ഇന്റേണൽ സർക്യൂട്ട്. എക്സ്റ്റേണൽ സർക്യൂട്ട് ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് വോൾട്ട് മീറ്ററിലൂടെ ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് എത്തുന്നു. ഇനി ഇന്റേണൽ സർക്യൂട്ടും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് അവോയ്ഡ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. എന്താണ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്കിത് നോക്കാം. മെയിൻറ്റെയിൻസ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ. ആ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷന്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സോൾട്ട് ബ്രിഡ്ജിൽ എടുക്കുന്നത് ആരെയാണ്? വി യൂസ് ഇനേർട്ട് ഇലക്ട്രോലൈറ്റ്സ് ലൈക്ക് NH4NO3, KNO3, NH4Cl, KCl എക്സെട്ര മിക്സ്ഡ് വിത്ത് ജെലാറ്റിൻ അല്ലെങ്കിൽ അഗാറൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു ജെല്ലി പേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ഇൻവേർട്ടഡ് യൂട്യൂബിൽ നമ്മൾ ഇതിനെ നിറച്ചു വെക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് NH4NO3, KNO3, NH4Cl ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. സോ ഇവരെന്താണ്? ഇനേർട്ട് ഇലക്ട്രോലൈറ്റ്സ് ആണ്. സോ NH4NO3, NH4+ NO3- അല്ലെങ്കിൽ NH4Cl, NH4+ Cl- ഇങ്ങനെ ആയിട്ട് അയണൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ നമുക്കറിയാം നമ്മുടെ എന്താ പറയാ ആനോഡിൽ നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്? സിങ്ക് 2+ ഉണ്ട്. ഇവിടെ ഓൾറെഡി എന്തുണ്ടായിരുന്നു? സിങ്ക് 2+ഉം SO4 2- ഉണ്ടായിരുന്നു. അത് കൂടാതെ കുറച്ചും കൂടെ സിങ്ക് 2+ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് എന്തായിരിക്കും? ആനോഡിന്റെ സൈഡിൽ കൂടുതലായിരിക്കും. കറക്റ്റ് അല്ലേ? ആനോഡിന്റെ സൈഡിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഈ ഇലക്ട്രോലൈറ്റിൽ പോസിറ്റീവ് ചാർജ് കൂടുതലായിരിക്കും. ഈ ഇങ്ങോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫുൾ ഇലക്ട്രോൺസ് ആ. കാരണം ഇവർ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് മൊത്തം ഈ ഒരു ഇലക്ട്രോണിന്റെ മേലെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ആനോഡിന് നെഗറ്റീവ് ചാർജ് കിട്ടിയത്. പക്ഷേ ഈ സൊല്യൂഷനിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും കൂടുതൽ. അപ്പൊ നമ്മുടെ സോൾട്ട് ബ്രിഡ്ജിലുള്ള നെഗറ്റീവ് ചാർജ് Cl- ആയിക്കോട്ടെ, NO3- ആയിക്കോട്ടെ, അവർ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ആ പോസിറ്റീവ് ചാർജിനൊക്കെ എന്ത് ചെയ്യും? നള്ളിഫൈ ചെയ്തിട്ട് ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ അല്ലെ? ഇനി ഇവിടെ നോക്കുകയാണെങ്കിലോ, ഇവിടെ നമുക്ക് ഓൾറെഡി ഉണ്ടായത് Cu2+ഉം SO4 2- ആയിരുന്നു. അവിടെ ഉള്ള Cu2+ ആണ് എന്ത് ചെയ്തത്? റിഡക്ഷൻ നടന്നിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? സോ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടാൽ ഇപ്പൊ സൊല്യൂഷനിൽ ആര് മാത്രം ബാക്കിയാവും? കുറെ SO4 2- ബാക്കിയാവൂലേ? അപ്പൊ നെഗറ്റീവ് ചാർജ് അവിടെ കൂടുതലല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് NH4+ അങ്ങനെ പോസിറ്റീവ് അയൺ K+ ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരും. റിയാക്ഷനിലൊന്നും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ജസ്റ്റ് എന്ത് ചെയ്യും? അവിടുത്തെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവര് ഹെൽപ്പ് ചെയ്യും.
ഓക്കെ അല്ലെ. ഇനി ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയല്ല ഇതിനെ എടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു SPM സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണ്. ഇവിടെ നമ്മൾ സിങ്ക് എടുത്തു, ഇവിടെ നമ്മൾ കോപ്പർ എടുത്തു. ഓക്കെ അല്ലെ. സോ ഇവിടെ നമ്മൾ സിങ്ക് എടുക്കുന്നു, ഇവിടെ ഇലക്ട്രോൺസിന് ഇവരെന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. റൈറ്റ്. ഓക്കെ. എന്നിട്ട് സിങ്ക് 2+ അയോൺസ് ഇവിടെ ഉണ്ടാവുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ആ സിങ്ക് 2+ അയോൺസ് എല്ലാം എവിടെ വരും, ഇവിടെ വരും. SO4 2- എല്ലാം എന്ത് വരും, ഇവിടെയും വരും. സോ ഫുൾ പോസിറ്റീവ് ചാർജ് ഇവിടെയും നെഗറ്റീവ് ചാർജ് ഇവിടെയും വരും. ഇവർക്കിടയിൽ എന്തുണ്ടായിരിക്കും, ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. സോ അങ്ങനെ തന്നെ ഇവിടെയും ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഒരു ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യലിനെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സോൾട്ട് ബ്രിഡ്ജ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്തു, ആ SPM ഒക്കെ ഒഴിവാക്കിയിട്ട് അവർക്കിടയിൽ ഒരു സോൾട്ട് ബ്രിഡ്ജ് ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് അവിടെ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുമോ, ഇല്ല. ക്ലിയർ അല്ലേ. ഇങ്ങനെ നമ്മൾ വെച്ചാലല്ലേ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുള്ളൂ. ഓക്കെ. സോ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇന്റേണലി സോൾട്ട് ബ്രിഡ്ജ് ആയിട്ട് കണക്ട് ചെയ്ത സമയത്ത് അവിടെ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യലും എന്ത് ചെയ്യുന്നില്ല, ഫോം ചെയ്യപ്പെടുന്നില്ല. ക്ലിയർ. ഓക്കെ. യെസ്. ഇനി ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നമുക്കറിയാം, നമ്മൾ സിങ്കും കോപ്പറും എടുത്തിട്ടുണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ എന്താ പറയുക, സെല്ലിന്റെ EMF എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആണ്. ഓക്കെ. 1.1 വോൾട്ട് ആണ് അവർക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ലെസ് ദാൻ 1.1 വോൾട്ട് ആണെങ്കിൽ എങ്ങനെയാണോ ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് അങ്ങനെ തന്നെ നടക്കും. അതായത് സിങ്കിന് ഓക്സിഡേഷൻ നടന്നിട്ട് സിങ്കിന്ന് ഇലക്ട്രോഡ്സ് കോപ്പറിലേക്ക് വന്നിട്ട് ഈ ലെസ് ദാൻ 1.1 ഈക്വൽ ടു 1.1 ആക്കുന്നത് വരെ ആ റിയാക്ഷൻ അവിടെ നടക്കും. ക്ലിയർ അല്ലേ. ദാറ്റ് മീൻസ് സിങ്ക് ഓക്സിഡേഷൻ നടക്കുന്നു, സിങ്കിന്റെ തിക്നെസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, കോപ്പറിന് റിഡക്ഷൻ നടക്കുന്നു, കോപ്പർ ഇലക്ട്രോണിന്റെ തിക്നെസ് കൂടുന്നു ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് കോപ്പർ മെറ്റൽസ്. കറക്റ്റ് അല്ലേ. പക്ഷെ നമ്മൾ ഈ എക്സ്റ്റേണൽ ഈക്വൽ ടു 1.1 വോൾട്ട്, ഒരു 1.1 വോൾട്ട് പൊട്ടൻഷ്യൽ ഞാൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും റിയാക്ഷൻ നടക്കുമോ, ഇല്ല. കാരണം എന്താണ്, അവർ ആ 1.1 എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ റിയാക്ഷൻ നടക്കില്ല. സോ ദർ ഈസ് നോ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ആൻഡ് കറന്റ് ആൻഡ് നോ കെമിക്കൽ റിയാക്ഷൻ വിൽ ഹാപ്പൻ ദെയർ എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ. ഇനി ഞാൻ ഈ എക്സ്റ്റേണൽ ഗ്രേറ്റർ ദാൻ 1.1 കൊടുത്തു കഴിഞ്ഞാലോ, അത്രയും അവർക്ക് വേണോ, വേണ്ട. ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അതായത് കോപ്പറിന് ഓക്സിഡേഷനും സിങ്കിന് റിഡക്ഷനും അവിടെ നടക്കും. ക്ലിയർ ആണോ. അതായത് സിങ്കിന്റെ സൈസ് കൂടിക്കൂടി വരും, കോപ്പറിന്റെ സൈസ് കുറഞ്ഞു വരികയും ചെയ്യും. ഓക്കെ ആണോ. ക്ലിയർ ആണോ. സോ അതാണ് അങ്ങനെ. നെക്സ്റ്റ് വൺ, റെപ്രസെന്റേഷൻ ഓഫ് ഗാൽവാനിക് സെൽ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ള കാര്യം. ആദ്യം നമ്മൾ സിങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ് എന്ന് നമ്മൾ എഴുതണം. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, സിങ്ക് എന്ന് പറയുന്ന മെറ്റല് മാറിയിട്ട് സിങ്ക് 2+ അക്വസ് ആയിട്ട് മാറും. ഡബിൾ ബാർ എന്ത്, കോപ്പർ 2+ അക്വസ് മാറിയിട്ട് എന്തായിട്ട് മാറും, കോപ്പർ സോളിഡ് ആയിട്ട് മാറും. ക്ലിയർ അല്ലേ. ഓക്കെ അല്ലേ. യെസ്. ഓക്കെ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ആണെങ്കിലോ നമുക്ക് നിങ്ങളോട് ഇപ്പോൾ ഇവിടെ ആനോഡിന്റെ റിയാക്ഷൻ എന്താണ്, കാഥോഡിന്റെ റിയാക്ഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് ഇവിടെ 0, ഇവിടെ +1. സോ ഇതാണ് എന്ത്, ഓക്സിഡേഷൻ. ഇവിടെ +1, ഇവിടെ 0, ഇതാണ് എന്ത്, റിഡക്ഷൻ. കറക്റ്റ് അല്ലേ. ഓക്കെ അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആനോഡ് എന്താണ്, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, ഹാഫ് H2 gives H+ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ H++ ഇലക്ട്രോൺ എന്ന് പറയാം, അല്ലെങ്കിൽ H2 gives 2H++ ഇലക്ട്രോൺ എന്ന് 2 ഇലക്ട്രോൺസ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇനി കാത്തോഡിന്റെ കേസിൽ നോക്കുകയാണെങ്കിലോ, കാത്തോഡിന്റെ കേസിൽ നോക്കുന്ന സമയത്ത് Ag+ മാറിയിട്ട് എന്തായിട്ട് മാറും, ഒരു ഇലക്ട്രോൺ എടുത്തിട്ട് അവർ Ag ആയിട്ട് മാറുന്നു. ഈ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം, H2 ഗ്യാസ് ബാർ H+ ഡബിൾ ബാർ എന്താണ്, Ag+ അക്വസ് ബാർ Ag സോളിഡ്. ക്ലിയർ അല്ലേ. ഓക്കെ അല്ലേ. നമുക്ക് ഇങ്ങനെ ഇതിനെ എഴുതാനായിട്ട് കഴിയും. ഓക്കെ. ക്ലിയർ. നമ്മൾ ഇതിന്റെ എല്ലാ എന്താ പറയാ, വേറെ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രോൺസിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ റിയാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് QC എഴുതുന്ന സമയത്ത് നമുക്കറിയാം, പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ടു ദാറ്റ് ഓഫ് റിയാക്ടൻസ് നമ്മൾ എഴുതണം. ഇവിടെ 2 ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു സ്ക്വയർ നമുക്ക് വന്നു. ഇവിടെ ഗ്യാസ് ആയതുകൊണ്ട് നമ്മൾ PH2 എന്നിവിടെ എടുത്തു. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ. നെക്സ്റ്റ് വൺ, എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ആൻഡ് ദ ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ. നമ്മൾ പറഞ്ഞു ഇവിടെ നമുക്കൊരു ഇലക്ട്രോഡ് ഉണ്ട്, ഈ ഇലക്ട്രോഡിൽ എന്തുണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെ നമ്മുടെ എന്തുണ്ട്, സൊല്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. അവിടെ നമുക്ക് എന്തുണ്ട്, Zn2+, SO4 2- ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാലേ. സോ ഈ ഇലക്ട്രോഡും നമ്മുടെ ഇലക്ട്രോലൈറ്റിന്റെയും ഇടയിൽ എന്തുണ്ടായിരിക്കും, ഒരു പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസ് മൂവ് ഫ്രം ദ ഏരിയ
ഏരിയ ഓഫ് ഹയർ പൊട്ടൻഷ്യൽ ടു ദി ഏരിയ ഓഫ് ലോവർ പൊട്ടൻഷ്യൽ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ആണ് ഇത് അവരുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവർക്കിടയിൽ, അതായത് നമ്മുടെ ഇലക്ട്രോഡിന്റെയും ഇലക്ട്രോലൈറ്റിന്റെയും ആ ഒരു ജംഗ്ഷനിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നുള്ളത്. അത് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അവര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? സോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് രണ്ട് ടൈപ്പ് പൊട്ടൻഷ്യൽ ഉണ്ടാവാം. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നുമില്ല, ഒരു ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഡ് എത്രത്തോളം ഈസി ആയിട്ട് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ പറയുക. അതായത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ അവർ ഈസി ആയിട്ട് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യും. റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ അവർ ഈസി ആയിട്ട് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യും. ഓക്കെ, യെസ്. സോ ദാറ്റ് ഈസ് a tendency to get oxidized and ഇവിടെ നോക്കുമ്പോൾ that's a tendency to get reduced എന്ന് നമുക്ക് പറയാൻ പറ്റും. Greater the oxidation potential, then greater will be the tendency to get oxidized. Clear അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യം. സോ രണ്ട് ടൈപ്പ് ആണുള്ളത്, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആൻഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊട്ടൻഷ്യൽ. അതായത് നമ്മുടെ പൊട്ടൻഷ്യലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ ഇലക്ട്രോലൈറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. സോ കോൺസെൻട്രേഷൻ ഓഫ് അയോണിന്റെ കോൺസെൻട്രേഷൻ അവർ ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, നേച്ചർ ഓഫ് ഇലക്ട്രോഡ് നമ്മൾ എടുക്കുന്ന ഇലക്ട്രോഡിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓരോ ഇലക്ട്രോഡിനും ഡിഫറെന്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചും അതെന്ത് ചെയ്യും? മാറും. ഓക്കെ അല്ലെ? ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ടേമാണ് EMF ഓഫ് എ സെൽ. EMF ഓഫ് എ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡിന്റെയും ആനോഡിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള ഡിഫറൻസ് വെൻ ദർ ഈസ് നോ കറണ്ട് ഡ്രോൺ ഔട്ട് ഓഫ് ദ സെൽ. അതായത് അവിടെ കറണ്ട് മൂവ് ചെയ്യാത്ത സമയത്ത് അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് ആനോഡിന്റെയും കാഥോഡിന്റെയും എന്താ പറയുക നമ്മുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ പറയുന്ന പേരാണ് EMF ഓഫ് എ സെൽ. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ സെൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇതിനെ നമ്മൾ വോൾട്ട്സിലാണ് നമ്മൾ മെഷർ ചെയ്യുക. സോ ഈ സെൽ ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. Clear അല്ലേ? So a Daniell cell is represented by a vertical line between the metal and electrolyte, double vertical line between two half cells. നമുക്കറിയാം എങ്ങനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യാന്നുള്ള കാര്യമാണ് പറഞ്ഞത്. The oxidation half cell represented in the first and in left and then reduction half cell on the right എന്നുള്ള കാര്യവും നമുക്കറിയുന്നതാണ്. സോ ഈ സെൽ എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് എന്ന് നമുക്ക് എഴുതാം. കാരണം റൈറ്റിൽ ആരാ ഉള്ളത്? കാഥോഡ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ സെല്ല് ഫോർ ഡാനിയൽ സെൽ ഇസ് ഈക്വൽ ടു ഈ Cu2 plus bar Cu minus ഈ zinc bar zinc 2 plus എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, നമ്മുടെ കാഥോഡ് മൈനസ് ആനോഡ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷേർഡ് അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിൽ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതായത് നമ്മുടെ പ്രഷർ 1 ബാർ, ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ്, കോൺസെൻട്രേഷൻ 1 മോളാർ. ഈ സിറ്റുവേഷനിൽ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. E0 സെൽ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ വായിക്കാം, which is equal to E0 cathode minus E0 anode എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അവിടെ വരുന്നതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആർബിട്രറി പോയിന്റ് ആണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് വേറെ ഏതൊരു ഇലക്ട്രോഡിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആരെ കിട്ടിയാൽ മതി? നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ കൂടെ വെച്ചിട്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷേർഡ് അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഫോർ ഹൈഡ്രജൻ ആണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ എടുക്കുന്നത്? നമ്മളൊരു എന്താ പറയാ ഹൈഡ്രജനെ നമ്മൾ ഇതിലൂടെ പാസ് ചെയ്ത് കൊടുക്കും. ഇവിടെ നമ്മളൊരു പ്ലാറ്റിനം വയർ വെച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ അറ്റത്ത് പ്ലാറ്റിനം ബ്ലാക്ക് ഇലക്ട്രോഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് എന്തായിരിക്കും? നമ്മുടെ 1 മോളാർ അസിഡിക് കണ്ടീഷൻ അല്ലെങ്കിൽ HCl ആയിരിക്കും നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ അല്ലെ? സോ ഈ H2 നമ്മൾ ഇതിലൂടെ പാസ് ചെയ്യുന്നു. ഇവിടെ എന്തുണ്ട്? ഇലക്ട്രോലൈറ്റ് H+ ഉണ്ട്. ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ആർബിട്രറി പോയിന്റ് ആയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ SHE ഈ സെല്ലിനെ നമ്മൾ എന്ത് വിളിച്ചു? 0 ആണ് എന്ന് നമ്മൾ അങ്ങോട്ട് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ബാക്കിയുള്ള ഇലക്ട്രോഡ്സിനെ കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ SHE ഞാൻ എപ്പോഴും ആനോഡ് ആയിട്ട് വെക്കും. ഓക്കെ, എന്നിട്ട് എനിക്കിപ്പോൾ സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എനിക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? സിങ്കിനെ കാഥോഡ് ആക്കി വെച്ചിട്ട് ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ ഇവിടെ ഞാൻ സെറ്റപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എനിക്ക് ഇതിന്റെ ഈ സെൽ ഇവിടെ കിട്ടുമല്ലോ. ഇവിടെ വോൾട്ട് മീറ്ററിൽ ഈ സെൽ കാണിക്കുമല്ലോ. സോ ആ ഈ സെൽ
സെല്ല് ശരിക്കും എന്തിന് ഈക്വൽ ആയിരിക്കും? ഇ ഓഫ് സിങ്ക്. സിങ്കിന്റെ ഈ സെല്ല് മൈനസ് എന്ത്? ഇ ഓഫ് എന്ത്? നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോൺ. സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണെങ്കിൽ E0 നമുക്ക് എഴുതാൻ പറ്റും. സോ ഇവിടെ SHE വരും. ഇതെന്തായിരിക്കും? 0 ആണ് ഓൾവേസ് നമ്മൾ എടുക്കുന്നത്. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ പൊതുവെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് എടുക്കാറുള്ളത്. ഹൗ ഈസിലി ദേ ക്യാൻ അണ്ടർഗോ റിഡക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കാറുള്ളത് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കാം. സോ ദാറ്റ് ഗിവ്സ് ദ ടെൻഡൻസി ഓഫ് എൻ എലമെന്റ് ടു ഗെറ്റ് ഓക്സിഡൈസ്ഡ് അല്ലെങ്കിൽ റിഡ്യൂസ്ഡ്. അതായത് ഇവർ എത്ര ഈസി ആയിട്ട് ഇവർ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യും അല്ലെങ്കിൽ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, യെസ്. ആൻഡ് ഇവിടെ നമ്മൾ നല്ല രീതിയിൽ ഓക്സിഡൈസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മോർ പോസിറ്റീവ് ദ വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് reduction potential of an element, more its tendency to get reduced. അവരെന്തായിരിക്കും? കാത്തോഡിലായിരിക്കും മെയിൻലി അവരുണ്ടായിരിക്കുക. കാത്തോഡ് ആയിരിക്കും അവർ ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. അതായത് അവർ സ്വന്തമായിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുക ചെയ്യാം. മോർ പോസിറ്റീവ് വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിലോ അല്ലെങ്കിൽ മോർ നെഗറ്റീവ് വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, എങ്ങനെയും നമുക്ക് ഇതിനെ വായിക്കാം. അവരെന്ത് ചെയ്യും? ദേ വിൽ ഹാവ് ദ ടെൻഡൻസി ടു ഗെറ്റ് ഓക്സിഡൈസ്ഡ്, അല്ലെങ്കിൽ അവർ നല്ലൊരു റെഡ്യൂസിങ് ഏജൻസ് ആയിരിക്കും. അവർ പൊതുവെ ആനോഡിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ നിങ്ങൾ സിങ്കിന്റെയും കോപ്പറിന്റെ എടുത്ത് നോക്കൂ. നമുക്കറിയാം സിങ്ക് ആണ് എന്ത്? ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. കാരണം സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വരുന്നത് -0.76 ആണ്. ഓക്കെ അല്ലെ? വേറാസ് നമ്മൾ കോപ്പറിന്റെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം കോപ്പർ കാത്തോഡായിട്ട് ആക്ട് ചെയ്യുക. കാരണം എന്താ? കോപ്പറിന്റെ +0.34 ആണ്. ഓക്കെ, സോ ഇത് നെഗറ്റീവ് ആണ് എന്നുള്ളത് അർത്ഥമാക്കുന്നത് എന്താണ്? അതിന് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യാൻ താല്പര്യമില്ല. അതെന്തേ അണ്ടർഗോ ചെയ്യുള്ളൂ? ഓക്സിഡേഷനെ അണ്ടർഗോ ചെയ്യുള്ളൂ. ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്ന ആൾ ആരായിട്ടേ നിൽക്കുള്ളൂ? ആനോഡായിട്ടേ നിൽക്കുള്ളൂ. ഇയാൾക്ക് പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ എന്താ പറയുക റിഡക്ഷൻ നടക്കാൻ ചാൻസ് ഉള്ളത് കോപ്പറിനാണ്. അപ്പൊ കോപ്പർ എന്ത് ചെയ്യും? റിഡക്ഷൻ നടക്കുന്ന കാത്തോഡിലായിട്ട് മാറും. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഇവരുടെ ഈ സെൽ അപ്പൊ എന്താണ് നമുക്ക് കിട്ടും? E0 സെൽ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 0.34 മൈനസ് ഓഫ് -0.76 എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ 1.1 വോൾട്ട് ആണ് അവരുടെ E0 സെൽ എന്ന് നമ്മൾ കണ്ടുപിടിച്ചത്. ഡാനിയൽ സെല്ലിന്റെ EMF 1.1 വോൾട്ട് ആണ് നമ്മൾ അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി എങ്ങനെയാണ് സിങ്കിന്റെയും കോപ്പറിന്റെ ഒക്കെ നമ്മൾ ഒറ്റക്ക് കണ്ടുപിടിച്ചെന്നുള്ള കാര്യം അറിയാലോ. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിനെ ആനോഡായിട്ട് കീപ്പ് ചെയ്തിട്ട് മറ്റേ ആളെ കണ്ടുപിടിക്കേണ്ടത് ആരെയാണോ അയാളെ നമ്മൾ കാത്തോഡായിട്ട് വെക്കുക. എന്നിട്ട് ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ കിട്ടുന്ന വാല്യൂ നമുക്ക് കിട്ടുന്നത് ആ ഒരു ഏത് മെറ്റലാണോ എടുത്തത് അതിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. സോ വിച്ച് ഇസ് ദ സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് അണ്ടർഗോ ചെയ്യണം? റിഡക്ഷൻ അണ്ടർഗോ ചെയ്യണം. സോ അവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താവണം? കൂടണം. ഇവിടെ തന്നത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഇവിടെ തന്നത് ഇത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ്. ഇതെന്താണ്? 0-1. ഇത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ഇതെന്താണ്? C+C ആവാ. ഇതും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, സോ ഈ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിനെ ഞാൻ മാറ്റി എഴുതിയാൽ ഇത് -1.1 ആവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇതിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കാണിക്കുന്ന ആൾ ആരാണ്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കാണിക്കുന്നത് ഈ C ആണ്. സോ C ആയിരിക്കും നമുക്ക് എന്താവുക? എ സ്റ്റാൻഡേർഡ്. യെസ് അല്ല കേട്ടോ, ഇവിടെ C ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ബി അല്ല, C ആണ്. സിന്റെ വാല്യൂ ആണ് ഏറ്റവും കൂടുതൽ. 4.1 അല്ലേ കൂടുതൽ. സോ നമുക്ക് എന്തെടുക്കാം? C ആണ് ഇവിടുത്തെ നല്ല ഒരു ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ നേൺസ്റ്റ് ഇക്വേഷൻ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ നേൺസ്റ്റ് ഇക്വേഷൻ പറയുമ്പോൾ നമ്മൾ ഒരു റിഡക്ഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടക്കുന്ന കാര്യം നമ്മൾ എടുക്കുകയാണ്. സോ നമ്മളിവിടെ എടുക്കുന്നത് റിഡക്ഷൻ തന്നെയാണ്. സോ റിഡക്ഷൻ ഇങ്ങനെ ഒരു മെറ്റൽ N+ അയോണ് N ഇലക്ട്രോൺസിനെ സ്വീകരിച്ചിട്ട് അത് മെറ്റൽ ആയിട്ട് മാറുന്ന സമയത്ത് അവിടെ നമുക്കുള്ള ഒരു ഇക്വേഷൻ ആണ് എന്ത്? Mn+m is equal to E0 Mn+m -RT/NF ln m divided by Mn+. ഇതൊരു പ്യുവർ മെറ്റൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്തെന്നെടുക്കും? 1 എന്നെടുക്കും. അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ Mn+m is equal to E0 Mn+m -RT/NF ln 1/Mn+ എന്ന് എഴുതാലോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഈ ln മാറ്റിയിട്ട് ഞാൻ ലോഗിലേക്ക് മാറ്റാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാനായിട്ട് കഴിയും. ഇനി നമ്മളിപ്പം ഏതെങ്കിലും ഒരു സെല്ലിനെ എടുക്കാന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഞാനൊരു സെല്ലിന് എടുക്കുന്ന സമയത്ത് അതിന്റെ ആനോഡിന്റെയും കാഥോഡിന്റെയും എനിക്ക് ഇങ്ങനെ എഴുതാലോ. ഓക്കെ, ഞാനിപ്പോ ഡാനിയൽ സെല്ലിൽ എടുക്കുകയാണ്. ഡാനിയൽ സെല്ലിൽ നിങ്ങൾ പറയാണ് നമ്മുടെ സിങ്കിന്റെ എന്നോട് എഴുതാൻ പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എനിക്ക് ഇവിടെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാ വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ
സിങ്കിന്റെ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇ Zn2 പ്ലസ് ബാർ Zn ഇസ് ഈക്വൽ ടു E0 Zn2 പ്ലസ് ബാർ Zn മൈനസ് 2.303 RT ബൈ NF ലോഗ് 1 ഡിവൈഡഡ് ബൈ Zn2 പ്ലസ് എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി കോപ്പറിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? Cu2 പ്ലസ് ബാർ Cu ഇസ് ഈക്വൽ ടു E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് 2.303 RT by NF log 1 divided by Cu2 plus എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ അല്ലേ? ഇനി എന്നോട് ആരെങ്കിലും ഓക്കെ, നമുക്ക് ഇവിടെ സ്ഥലമില്ല, ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ തന്നെ ഞാൻ എഴുതി കാണിച്ചു തരാം. ഇനി എന്നോട് ആരെങ്കിലും ഈ സെല്ല് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ കോപ്പർ, അതായത് Cu2 പ്ലസ് ബാർ Cu മൈനസ് ഈ Zn2 പ്ലസ് ബാർ Zn ആണ് ഞാൻ ചെയ്യേണ്ടത്. സോ ഈ Cu2 പ്ലസ് ബാർ Cu ആണ് എനിക്ക് നേരത്തെ കിട്ടിയ വാല്യൂ. എത്രയാണത്? എത്രയാണ്? E0 Cu2 പ്ലസ് ബാർ Cu, E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് 2.303 RT ബൈ NF ലോഗ് 1 ഡിവൈഡഡ് ബൈ Cu2 പ്ലസ് എന്ന് എഴുതാലോ. മൈനസ് എന്ത് വരും? മൈനസ് എന്ത് വരും? E0 Zn2 പ്ലസ് ബാർ Zn മൈനസ് 2.303 RT by NF ലോഗ് 1 ഡിവൈഡഡ് ബൈ Zn2 പ്ലസ് എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? ഇതിൽ ഞാൻ E0ന് ഞാൻ അടുത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് E0 Zn2 പ്ലസ് ബാർ Zn എന്ന് പറയുമ്പോൾ എന്താണത്? E0 സെല്ലല്ലേ? കറക്റ്റ് അല്ലേ? കാഥോഡ് മൈനസ് ആനോഡ് നമുക്ക് കിട്ടി. മൈനസ് ഇതിൽ രണ്ടിലും ആരുണ്ട്? 2.303 RT ബൈ NF ഇല്ലേ? സോ ഞാൻ മൈനസ് 2.303 RT ബൈ NF ഞാൻ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ മൈനസ് 2.303 RT ഡിവൈഡഡ് ബൈ NF ഇൻറ്റു ഇവിടെ നമുക്ക് എന്ത് വരും? ലോഗ് 1 ഡിവൈഡഡ് ബൈ Cu2 പ്ലസ് എന്ത് വരും? ഇവിടെ എന്തുണ്ട്? ഇവിടെ അഗെയിൻ ഒരു മൈനസ് എന്ത് വരും? ലോഗ് 1 ഡിവൈഡഡ് ബൈ Zn2 പ്ലസ് എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് അറിയണ വേറൊരു കാര്യമാണ് ലോഗ് M മൈനസ് ലോഗ് N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് M ഡിവൈഡഡ് ബൈ N ആണ് എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ E0 സെൽ സി മൈനസ് 2.303 R എന്താണ്? കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ എന്താണ്? റൂം ടെമ്പറേച്ചറിലാണ് എടുക്കുന്നത്. ഫാരഡേ ഒരു കോൺസ്റ്റന്റ് വാല്യൂ 96,500 ആണെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇതിന്റെ ചുരുക്കി എഴുതാം 0.059 ബൈ N എന്താണ്? ലോഗ് M ഡിവൈഡഡ് ബൈ N ആയിട്ട് വരും. അതായത് ലോഗ് 1 ബൈ Cu2 പ്ലസ് ഡിവൈഡഡ് ബൈ 1 ബൈ Zn2 പ്ലസ് എന്ന് വരും. കറക്റ്റ് അല്ലേ? ഈ Zn2 പ്ലസിനെ എങ്ങോട്ട് കൊണ്ടുപോവാം? മേലോട്ട് കൊണ്ടുപോവാം. അപ്പൊ നമുക്ക് കിട്ടും E0 സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ N ലോഗ് Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ Cu2 പ്ലസ് എന്ന് നമുക്ക് കിട്ടും. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ സെൽ ഇസ് ഈക്വൽ ടു, നേൺസ്റ്റ് ഇക്വേഷൻ എന്താ വരുന്നത്? ഈ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ബൈ N ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ആനോഡിലെ അയോൺ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് കാഥോഡിലെ അയോൺ എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഇതാണ് എന്ത്? നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഓക്സിഡേഷൻ ഓഫ് ദ ഫോളോയിങ് ഹാഫ് സെല്ല് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫോളോയിങ് ഹാഫ് സെല്ലിന്റെ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്? എങ്ങനെ ചെയ്യാം ഇത്? ഒന്നുമില്ല, ഈ Fe2 പ്ലസ് ബാർ Fe എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E0 Fe2 പ്ലസ് ബാർ Fe മൈനസ് 0.059 ബൈ N ലോഗ് 1 ഡിവൈഡഡ് ബൈ Fe2 പ്ലസിന്റെ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. സോ E0 നമുക്ക് തന്നിട്ടുണ്ട് മൈനസ് 0.44 മൈനസ് 0.059 ബൈ Fe2 പ്ലസ് ആയി മാറുക എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ് ആണ് അവിടെ ഉള്ളത്. ലോഗ് എന്ത്? 1 ഡിവൈഡഡ് ബൈ Fe2 പ്ലസിന്റെ കോൺസെൻട്രേഷൻ തന്നത് 0.1. സോ 1 ഡിവൈഡ് ബൈ 0.1 എന്ന് പറയുമ്പോൾ മേലെ 10 എന്ന് വരും. സോ ലോഗ് 10 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മൈനസ് 0.44 മൈനസ്, ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? ഞാൻ ഇവിടെ എഴുതാം, നിങ്ങൾക്ക് കാണുന്നുണ്ടോ ആവോലെ? സോ മൈനസ് 0.44 മൈനസ് 0.029 എന്ന് വരും. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഇങ്ങനെയായിരിക്കും നമ്മുടെ ഓക്സിഡേഷൻ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. യെസ് 0.47 എന്ന് നമുക്ക് വരും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, ഇവിടെ നമ്മൾ മൈനസ് എടുക്കേണ്ടതായിട്ട് ഇവിടെ നമ്മുടെ ഓക്സിഡേഷനാ ചോദിച്ചത്. സോ നമ്മൾ E0 നേരെ തിരിച്ചെഴുതണം. സോ നമുക്ക് പ്ലസ് 0.44 നമുക്ക് എഴുതാനായിട്ട് കഴിയും. കാരണം നമ്മളോട് നേരെ തിരിച്ചുള്ള ഓക്സിഡേഷനാ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്.
ഓക്കെ അല്ലേ? സോ ഓക്സിഡേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, റിഡക്ഷൻ ആണെന്ന് വിചാരിച്ചു. സോ നമ്മൾ എന്ത് ചെയ്യണം? നേരെ തിരിച്ചെഴുതണം. അതായത് Fe2+ ആവുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആരാ വരിക? മേലാരാ വരിക? നമ്മുടെ Fe2+ വരിക, താഴെയാണ് Fe വരുന്നത്. അതായത് നമ്മൾ ഇക്വേഷൻ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? Fe2+ 2 ഇലക്ട്രോൺ, അതായത് നമ്മുടെ ന്യൂമറേറ്ററിൽ Fe2+ഉം ഡിനോമിനേറ്ററിൽ Fe വരിക. സോ നമ്മൾ Fe എടുക്കാതിരിക്കുമ്പോൾ നമ്മുടെ Fe2+ന്റെ കോൺസെൻട്രേഷൻ ആണ് നമുക്ക് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലേ? ഞാനിത് മാറ്റി എഴുതി തരാം. യെസ്, ഓക്കെ അല്ലേ? നമുക്ക് അപ്പുറത്തുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ഇതിവിടെ എഴുതുന്നില്ല കേട്ടോ. യെസ്, അതിന് ആൻസർ നമുക്ക് അപ്പുറത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. എടാ ഡൗട്ട് ഉണ്ടോ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? എന്റെ തെറ്റെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇവിടെ ഓക്സിഡേഷനാ ചോദിച്ചത്, ഞാൻ റിഡക്ഷൻ ആണ് എന്നുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഓക്സിഡേഷൻ ഇവിടെ തന്നത് എന്താണ്? ഇത് റിഡക്ഷൻ ആണ്. സോ നമ്മൾ അതിനെ ഓക്സിഡേഷൻ ആക്കി മാറ്റുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവുമ്പോൾ സൈനും എന്താവും? ഒപ്പോസ് ആവും. സോ നിങ്ങൾ എഴുതുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. സോ നമ്മൾ അതിന്റെ എന്താ പറയാ, നമ്മൾ എഴുതുമ്പോൾ നമുക്കറിയാം Mn+m എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ E0Mn+m മൈനസ് എന്താ നമ്മൾ എഴുതിയത്? മൈനസ് എന്താ പറയാ RT/NF ln എന്തെഴുതണം? Fe2+ ഡിവൈഡഡ് ബൈ Fe എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, അത് ശരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നത് എന്താണ്? Mn+m ഈക്വൽ ടു E0Mn+m മൈനസ് RT/NF ln QC എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. എന്താണ്? ഇതിനെ നമുക്ക് QC എന്ന് എഴുതാനായിട്ട് കഴിയും. ആ റിയാക്ഷന്റെ റിയാക്ഷൻ കോഷ്യന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും നേൺസ്റ്റ് ഇക്വേഷനും തമ്മിലുള്ള ബന്ധം? നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം അല്ലെ? നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ ഇതാണ് പറയുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ ആണ് നമ്മുടെ റിയാക്ഷൻ. ഇതിന്റെ KC എന്താ വരുന്നത്? Zinc2+ ഡിവൈഡഡ് ബൈ Cu2+. അങ്ങനെയാണെങ്കിൽ ഇതിന് പകരം നമുക്ക് അവിടെ എന്തെഴുതാം? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് എഴുതാനായിട്ട് കഴിയും. സോ ഈ സെൽ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിന്റെ സമയത്ത് ഈ സെല്ലിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതാണ് ഇവിടെ കാണുന്നത്. The concentration of Zinc2+ keep on increasing while the concentration of Cu2+ keep on decreasing. കാരണം റിയാക്ഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുക. ദാറ്റ് മീൻസ് Zinc2+ന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. Copper2+ എന്തായിട്ട് മാറുക? കോപ്പർ ആയിട്ട് മാറുക. ദാറ്റ് മീൻസ് Copper2+ന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സമയം എത്തുമ്പോൾ we shall note that there is no change in the concentration of Cu2+ and Zinc2+ ions at the same time. Voltmeter will give എന്ത് റീഡിംഗ്? 0 റീഡിംഗ്. ദാറ്റ് മീൻസ് അറ്റ് ഇക്വിലിബ്രിയം ഈ സെൽ ഈക്വൽ ടു എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? E0 സെല്ലിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് E0 സെൽ ഇസ് ഈക്വൽ ടു 0.059/n log Kc എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. where Kc is the equilibrium constant of the reaction. ഓക്കെ അല്ലെ? ഇനി ഇവര് ഗിബ്സ് എനർജി തമ്മിലുള്ള ബന്ധം എന്താ? ΔG ഈക്വൽ ടു -NF E സെൽ. സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണെങ്കിൽ ΔG0 ഈക്വൽ ടു -NF E സെൽ. ഇനി ΔG ഈക്വൽ ടു -RT ln Kc എന്ന് പറയുന്ന ഇക്വേഷനും നമ്മൾ തെർമോഡൈനാമിക്സിൽ കഴിഞ്ഞ ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷനും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ഇനി ഇലക്ട്രോലിറ്റിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മുടെ റെസിസ്റ്റൻസും കാര്യങ്ങളും കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റി എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, സോ ഇവിടെ മെറ്റാലിക് ആൻഡ് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടൻസ് ഒബേ ഓംസ് ലോ അക്കോർഡിംഗ് ടു വിച്ച് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഇസ് എ റേഷ്യോ ഓഫ് അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടു ദ കറന്റ് ഫോളോയിങ്. അതായത് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ എന്താ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 സെക്കൻഡ്. ഓക്കെ, എന്താ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, നമ്മുടെ ഫിസിക്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയുള്ളൂ. അതായത് അവർ ഒബേ ചെയ്യുന്നത് ഓംസ് ലോ ആണ്. സോ അക്കോർഡിംഗ് ടു ഓംസ് ലോ ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഇസ് ദ റേഷ്യോ അപ്ലൈഡ് ബൈ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ദ കറന്റ് ഫ്ലോയിങ്. സോ R is equal to V/I എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. R ആണ് റെസിസ്റ്റൻസ്. അതിന് നമ്മൾ ഓം എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിന്റെ റെസിപ്രോക്കലിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കണ്ടക്ടൻസ് എന്നുള്ളത് 1/R. അതിന്റെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് അല്ലെങ്കിൽ മോ അല്ലെങ്കിൽ സീമെൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ അല്ലേ? ഇനി സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രോലൈറ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റിന്റെ റെസിസ്റ്റൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവരുടെ റെസിസ്റ്റൻസിന് നമുക്ക് എങ്ങനെ പറയാം? R is equal to rho L/A, where L is the distance between the electrodes and A is the area of cross section of the electrode എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. where rho is the resistivity. rho ആണ് എന്ത്? റെസിസ്റ്റിവിറ്റി. അതിനെ RA/L നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ഈ L/A എന്ന് പറയുന്ന ആളാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മൾ സെൽ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. L/A ആണ് നമ്മൾ സെല്ലിന്റെ സെൽ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ.
Okay, so when L equal to 1 centimeter and A equal to 1 centimeter square ആണെങ്കിൽ എന്ത് പറയാം, R is equal to rho L by A ആയതുകൊണ്ട് തന്നെ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is the resistance of an electrolyte when the length between the two electrodes are 1 centimeter and their area is unit centimeter square. അങ്ങനെയാണെങ്കിൽ that is the resistivity എന്ന് നമുക്ക് പറയാം. So therefore the resistance offered by 1 centimeter cube electrolytic solution നമുക്ക് എന്ത് പറയാം, റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. കാരണം നമുക്കറിയാം ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും വോളിയത്തിലുള്ള റെസിസ്റ്റൻസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. കറക്റ്റ് അല്ലേ? സോ അതിന്റെ യൂണിറ്റ് ഓം സെന്റിമീറ്റർ ആയിരിക്കും. അതായത് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RA/L ആണെന്ന് നമുക്ക് കിട്ടി. കറക്റ്റ് അല്ലേ? എന്നെ എന്താണ്, ഓം ആണ് നമുക്കറിയാം. സെന്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെന്റിമീറ്റർ എന്ന് വരും. സോ ഓം സെന്റിമീറ്റർ ആയിരിക്കും റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ് വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി 1/ρ ആണ് എന്ത്, കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കാപ്പ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. എന്താണ്? കാപ്പ. സോ കാപ്പ ഈക്വൽ ടു G into L by A നമുക്ക് എഴുതാം. വേർ L by A is the cell constant. അപ്പൊ സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി നമ്മൾ വിളിക്കും, സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് നമ്മൾ റോയിനെ വിളിക്കും. സോ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കണ്ടക്ടൻസ് ഓഫ് ദ സൊല്യൂഷൻ എപ്പോ ഫോർ 1 centimeter ക്യൂബ് ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടൻസിന് നമുക്ക് എന്ത് വിളിക്കാം, അതിന്റെ സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കാം. അല്ലാതെ അതിന്റെ ഇക്വേഷൻ കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ? യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കണ്ടക്ടൻസ് ഓഫേർഡ് ബൈ 1 centimeter ക്യൂബ് ഓഫ് എൻ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ ഇസ് കോൾഡ് 1 കണ്ടക്ടിവിറ്റി എന്നുള്ള കാര്യം. ഇതിന്റെ യൂണിറ്റ് എന്ത് വരും, ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ മോ സെന്റിമീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ സീമെൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി എന്താണ് മോളാർ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കണ്ടക്ടൻസ് ഓഫ് ഓൾ അയോൺ പ്രൊഡ്യൂസ്ഡ് ബൈ 1 mole ഓഫ് ഇലക്ട്രോലൈറ്റ് പ്രസന്റ് ഇൻ ദ ഗിവൻ വോളിയം ഓഫ് സൊല്യൂഷൻ. ഒരു ഗിവൻ വോളിയം ഓഫ് സൊല്യൂഷനിൽ ഞാനൊരു ഇലക്ട്രോലൈറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ 1 mole ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന അയോൺസ് കാരണം ഉണ്ടാവുന്ന കണ്ടക്ടൻസിന് നമ്മൾ പറയുന്ന പേരാണ് മോളാർ കണ്ടക്ടൻസ്. അതായത് 1 mole ഇലക്ട്രോലൈറ്റ് എടുത്തിട്ട് അത് ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന കണ്ടക്ടിവിറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം, മോളാർ കണ്ടക്ടൻസ് എന്ന് വിളിക്കാം. അതിനെ നമ്മൾ ലാംഡ എം എന്നാണ് എഴുതാറുള്ളത്. ലാംഡ M is equal to എന്താണ്, കാപ്പ ഇൻറ്റു വോളിയം എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ലാംഡ M ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ അല്ലേ? സോ മോളാർ കണ്ടക്ടൻസ് കാണാനുള്ള വഴി എന്താണ്, ലാംഡ M ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡ് ബൈ M എഴുതാം, അല്ലെങ്കിൽ കാപ്പ ഇൻറ്റു വോളിയം എന്ന് നമുക്ക് എഴുതാം. അതേപോലെ തന്നെ നമുക്ക് ഇക്വാലന്റ് കണ്ടക്ടൻസ് ഉണ്ട്. അതായത് 1 gram ഇക്വലന്റ് ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് അവിടെ പോയിട്ട് എന്ത് ചെയ്യാണ്, അവിടെ പോയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കണ്ടക്ടിവിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വാലന്റ് കണ്ടക്ടൻസ്. അതിന് നമുക്ക് കാപ്പ ഇൻറ്റു V എന്ന് എഴുതാം, അല്ലെങ്കിൽ കാപ്പ ഇൻറ്റു 1000 ഡിവൈഡ് ബൈ നോർമാലിറ്റി. ഇവിടെ ഗ്രാം ഇക്വലൻസ് ആയതുകൊണ്ട് നോർമാലിറ്റി, നേരത്തെ മോൾ ആയതുകൊണ്ട് അവിടെ നമ്മൾ മൊളാരിറ്റി എടുത്തു. ഓക്കെ, ക്ലിയർ? യെസ്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാ തന്നിട്ടുള്ളത്. ദ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുമ്പോൾ കാപ്പന്റെ വാല്യൂ ആണ് ഓഫ് 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് MgCl2 is 0.009 സീമൻ സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, സോ മൊളാരിറ്റി തന്നിട്ടുണ്ട് 0.1 മോളാർ ആണ് എന്നുള്ളത്. ദ സെൽ ഇലക്ട്രോഡ്സ് ഓഫ് 1.5 സെന്റിമീറ്റർ ക്യൂബ് ഏരിയ ഏതെന്നത് 1.5 സെന്റിമീറ്റർ ക്യൂബ് ആണ്, സോറി സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ആൻഡ് പ്ലേസ്ഡ് 0.5 സെന്റിമീറ്റർ അപ്പാർട്ട് ഇൻ MgCl2 സൊല്യൂഷൻ. How much current should flow if potential difference between the electrode is 5 volt? Okay, V 5 volt ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ എന്താണ്, I എത്രയാണ് എന്നുള്ള കാര്യമാണ്. സോ നമുക്ക് ഇത്രയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് ഇത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? കാരണം കാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G ഇൻറ്റു സെൽ കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ കാപ്പ ഈക്വൽ ടു G ഇൻറ്റു സെൽ കോൺസ്റ്റന്റ് എന്ന് കിട്ടുന്ന സമയത്ത് നമുക്ക് എന്തെഴുതാം? യെസ്. ഓക്കെ, സോ G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1/1/R ആണ്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? സോ 0.009 is equal to 1/R into സെൽ കോൺസ്റ്റന്റ് എത്രയാണ്, L/A 0.5 ഡിവൈഡഡ് ബൈ 1.5. അങ്ങനെയാണെങ്കിൽ R is equal to 0.5 ഡിവൈഡ് ബൈ 0.009 into 1.5 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, R കിട്ടി. ദെൻ നമുക്ക് എന്തുണ്ട്, ഇവിടെ V ഉണ്ട്. I equal to എന്താണ്, നമുക്കറിയാം എന്താണ് നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ. എന്താണ്, R is equal to ഇതല്ല ഇക്വേഷൻ, R ഈക്വൽ ടു V ബൈ I എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ I ഈക്വൽ ടു V ബൈ R എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. സോ I ഈക്വൽ ടു V ബൈ R എന്ന് എഴുതുന്നു. V എന്ന് പറയുമ്പോൾ 5 ആണ്. സോ 5 ഡിവൈഡഡ് ബൈ 0.5 ഡിവൈഡ് ബൈ 0.009 ഇൻറ്റു 1.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.135 ആംപിയർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ?
യെസ്. നെക്സ്റ്റ് വൺ, എന്താണ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്കൊരു ഇലക്ട്രോലൈറ്റ് തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഓൺ ഇൻക്രീസിങ് ഡൈല്യൂഷൻ കണ്ടക്ടൻസ് എന്ത് ചെയ്യുക ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും നമ്മൾ ഒരു എന്താ പറയുക കണ്ടക്ടൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡൈല്യൂഷൻ ചെയ്യുന്ന സമയത്ത് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കണ്ടക്ടൻസ് ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. എന്താ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അയോൺസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്ന ആളുകളാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. അവരുടെ കണ്ടക്ടൻസ് ഓൾറെഡി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇനി ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ കണ്ടക്ടൻസ് കൂടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് വിത്ത് ഡൈല്യൂഷൻ ഇന്റർ അയോണിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസസ് ആൻഡ് ദെർഫോർ കണ്ടക്ടൻസ് ഇൻക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് അയോണിക് മൊബിലിറ്റി എന്ന് നമുക്ക് പറയാം. എന്താണ്, അയോണിക് മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യും, കാരണം അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി എന്താ വീക്ക് ഇലക്ട്രോലൈറ്റ്സ്? വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചേ ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ, അവർക്കിടയിൽ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനത്തെ ആളുകളെ ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കൂടുതൽ അയോൺസ് അവർക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. സോ ദെർഫോർ അവരുടെ കണ്ടക്ടൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം കണ്ടക്ടൻസ് കൂടണമെങ്കിൽ കൂടുതൽ അയോൺസ് അവിടെ ഉണ്ടാവണം. ഓക്കെ, അയോൺസ് എന്ത് ചെയ്യണം, അയോൺസ് മൂവ് ചെയ്യണം, അപ്പോഴേ അവിടെ എന്തുണ്ടാവുള്ളൂ, കണ്ടക്ടൻസ് ഉണ്ട് നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. സോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ അവരുടെ ഇന്റർ അയോണിക് അട്രാക്ഷൻ കുറയുക ചെയ്യുക. വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിലോ അവരുടെ എന്താ ചേഞ്ച് ചെയ്യുന്നത്, അവരുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ വിത്ത് ഡൈല്യൂഷൻ സ്പെസിഫിക് കണ്ടക്ടൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ആരെ കാര്യമാണ്, കണ്ടക്ടൻസ് ജിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സ്പെസിഫിക് കണ്ടക്ടൻസ് കാപ്പയ്ക്ക് എന്താ സംഭവിക്കുക, ഡിക്രീസസ്, ബിക്കോസ് വിത്ത് ഡൈല്യൂഷൻ നമ്പർ ഓഫ് അയോൺസ് പെർ മീറ്റർ സെന്റിമീറ്റർ ക്യൂബിലുള്ള നമ്പർ ഓഫ് അയോൺസ് എന്താ ചെയ്യുക, കുറയുക ചെയ്യുക. അപ്പൊ ഇത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാത്ത ഒരു സോളിഡ് ആണെങ്കിൽ, ഇപ്പൊ ഇതാണ് എന്റെ 1 സെന്റിമീറ്റർ ക്യൂബ് എന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ എത്ര അയോൺസ് ഉണ്ട്, 3 അയോൺസ് ഉണ്ട്. സെയിം ഞാൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ എന്റെ ഇതിന്റെ ഉള്ളിൽ എത്ര അയോൺസേ ഉള്ളൂ, 1 അയോണേ ഉള്ളൂ. ദാറ്റ് മീൻസ് അവിടുത്തെ നമ്പർ ഓഫ് അയോൺസ് എന്താ ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? കണ്ടക്ടൻസും സ്പെസിഫിക് കണ്ടക്ടൻസും തമ്മിൽ വ്യത്യാസമുണ്ട് നമുക്കറിയാം. ജി ഈക്വൽ ടു എന്താണ്, കാപ്പ ഇൻറ്റു, അതായത് നമുക്കറിയാം 1/r, അതായത് പറയുമ്പോൾ 1/ρ ഇൻറ്റു L/A എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ അല്ലേ? ഇതിനെ നമ്മൾ ജി എന്ന് വിളിച്ചു, 1/ρനെ നമ്മൾ കാപ്പ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ കാപ്പ A/L ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, സോ ജീനെയും കാപ്പേനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്തു എപ്പോ, ഇത് രണ്ടും 1 ആവുന്ന സമയത്ത്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ ജി ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ കെ എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ്. കാരണം എന്താണ്, 1 മീറ്റർ ക്യൂബിലുള്ള അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ക്യൂബിലുള്ള ആ പെർട്ടിക്കുലർ വോള്യത്തിലുള്ള അവരുടെ നമ്പർ ഓഫ് അയോൺസ് കുറയുന്നത് കാരണം അവരുടെ സ്പെസിഫിക് കണ്ടക്ടൻസ് കുറയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും? അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കണ്ടക്ടൻസ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. ഇനി ലാംഡ എമ്മിന് എന്ത് സംഭവിക്കും? ഓൺ ഡൈല്യൂഷൻ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്, ബിക്കോസ് ഈവൻ ദോ കണ്ടക്ടിവിറ്റി ഈസ് ഡിക്രീസിങ് ദ ഇൻക്രീസ് ഇൻ വോളിയം ഈസ് മച്ച് ഹയർ. നമുക്കറിയാം ലാംഡ എം എന്ന് പറയുമ്പോൾ കാപ്പ ഇൻറ്റു വോളിയം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളോട് പറഞ്ഞു കാപ്പ എന്താ ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ വോളിയം എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യും ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത്. സോ ലാംഡ എമ്മും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുക. ദാറ്റ്സ് വൈ മൊളാരിറ്റി വിൽ ബി സ്മോൾ. സോ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലാംഡ എം ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡ് ബൈ മൊളാരിറ്റി. വോളിയം ഇൻക്രീസ് ചെയ്താൽ മൊളാരിറ്റി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. മൊളാരിറ്റി ഡിക്രീസ് ചെയ്താൽ ലാംഡ എം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. സോ മോളാർ കണ്ടക്ടിവിറ്റിയും എന്താ ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. സോ ജി ഇൻക്രീസ് ചെയ്യുന്നു, കാപ്പ ഡിക്രീസ് ചെയ്യുന്നു, ലാംഡ എം ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സമ്മറി. ഓക്കെ, സോ ഓൺ ഡൈല്യൂഷൻ കോൺസെൻട്രേഷൻ ഡിക്രീസസ്, വോളിയം ഇൻക്രീസസ്, മൊളാരിറ്റി എന്ത് സംഭവിക്കും, ഡിക്രീസസ്, കണ്ടക്ടിവിറ്റി ഡിക്രീസസ്, അതായത് കാപ്പ ഡിക്രീസസ്, മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്, കണ്ടക്ടൻസ് എന്ത് ചെയ്യും, ഇൻക്രീസസ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഇനി നമുക്ക് ഫോർ ഡിബൈ-ഹാക്കൽ-ഓൺസാഗർ ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കുണ്ട്. എങ്ങോട്ട്, നമ്മുടെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ ലാംഡ എമ്മിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ലാംഡ എം ഈക്വൽ ടു ലാംഡ എം നോട്ട് മൈനസ് A√C അല്ലെങ്കിൽ AC⁻1/2 എന്നുള്ള കാര്യം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഈ ഒരു ഇക്വേഷൻ നമുക്ക് y ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ടേംസിൽ എഴുതാനായിട്ട് കഴിയും. വെറും y ലാംഡ എം ആണ്, mx എന്താണ്, ഇവിടെയാണ് mx വരുന്നത്. സോ നമുക്ക് c
അതായത് കോൺസെൻട്രേഷൻ ആണ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സി എന്താണ്? കോൺസെൻട്രേഷൻ ആണ്. സോ ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നത് കോൺസെൻട്രേഷൻ. സോ എക്സ് കോൺസെൻട്രേഷനും മൈനസ് എ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? സ്ലോപ്പ് ആണ്. ലാംഡ എം നോട്ട് നമ്മുടെ ഇന്റർസെപ്റ്റും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ വരച്ചു കഴിഞ്ഞാൽ ലാംഡ എം വേഴ്സസ് റൂട്ട് സി ഗ്രാഫ് എങ്ങനെയായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക? നെഗറ്റീവ് സ്ലോപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇനി ഇന്റർസെപ്റ്റ് നമുക്കുണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ എം നോട്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് എ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ വരയ്ക്കാനായിട്ട് കഴിയും. എക്സ്ട്രാപോളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡ എം കിട്ടും. സോ ലാംഡ എം എന്തിന് ഈക്വൽ ആണ്? കോൺസെൻട്രേഷൻ 0 ആവുന്ന സമയത്തുള്ള മോളാർ കണ്ടക്ടിവിറ്റി. ദാറ്റ് മീൻസ് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. എന്താ വിളിക്കുക? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. എന്താ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷനിലുള്ള കണ്ടക്ടിവിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. പക്ഷെ നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ്സിനെ വരക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ നമുക്ക് എക്സ്ട്രാപോളൈറ്റ് ചെയ്തിട്ട് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് കഴിയുമോ? ഇല്ല. കറക്റ്റ് അല്ലേ? സോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഡിബൈ-ഹാക്കൽ-ഓൺസാഗർ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടെയാണ് എന്ത് വരുന്നത്? നമ്മുടെ കോഹിൽ-റാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് വരുന്നത്. ഈ കാര്യം നിങ്ങൾക്ക് അറിയില്ല എന്നില്ലെങ്കിലും കുഴപ്പമില്ല. കോഹിൽ-റാഷസ് ലോ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. എന്താണ്? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ അവരുടെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്, മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ സം ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ദെയർ കാറ്റയോൺ ആൻഡ് ആനയോൺ. ഇതാണ് ആര് പറഞ്ഞത്? നമ്മുടെ കോഹിൽ-റാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് പറഞ്ഞത്. ഇതാണ് ആനയോണും കാറ്റയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആ ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഇത് നമ്മുടെ എന്താ പറയാ, യെസ്, ഇക്വാലന്റ് കണ്ടക്ടിവിറ്റിന്റെ ബേസിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി തോന്നും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ലാംഡ എം ഓഫ് NaCl എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എഴുതാം ലാംഡ എം ഓഫ് Na പ്ലസ് ലാംഡ എം ഓഫ് Cl മൈനസ് എന്നാണ് ഈ ഒരു നമ്മുടെ എന്താ പറയുക കോഹിൽ-റാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്തൊക്കെയാണ് ഈ ഒരു ലോന്റെ ആപ്ലിക്കേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ടൻസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? CH3COOH എന്ന് പറയുന്നത് എന്താണ്? ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഇതിന്റെ മോളാർ കണ്ടക്ടിവിറ്റി ആരെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എനിക്കറിയാം ലാംഡ എം നോട്ട് ഓഫ് HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ലാംഡ എം നോട്ട് HCl. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ലാംഡ എം നോട്ട് ഓഫ് H പ്ലസ് ലാംഡ എം നോട്ട് ഓഫ് Cl മൈനസ് ഈക്വൽ അല്ലേ? ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ NaClന്റെ എനിക്ക് എങ്ങനെ എഴുതാം? ലാംഡ എം നോട്ട് ഓഫ് Na പ്ലസ് ലാംഡ എം നോട്ട് ഓഫ് Cl മൈനസ് എന്ന് എഴുതാലോ. ഇനി CH3COONA എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ലാംഡ എം നോട്ട് CH3COONA ഇസ് ഈക്വൽ ടു ലാംഡ എം നോട്ട് CH3COO മൈനസ് പ്ലസ് ലാംഡ എം നോട്ട് Na പ്ലസ്. ഓക്കെ, യെസ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? എനിക്ക് CH3COOHന്റെ കണ്ടുപിടിക്കണമെങ്കിൽ അത് എത്രയായിരിക്കും? ലാംഡ എം നോട്ട് ഓഫ് CH3COO മൈനസ് പ്ലസ് ലാംഡ എം നോട്ട് ഓഫ് H പ്ലസ് അല്ലേ എനിക്ക് വേണ്ടത്. ഇനി നിങ്ങൾ ഈ ഇക്വേഷൻസിലേക്ക് നോക്കൂ. ഇവിടെ എനിക്ക് വേണ്ട ആളുണ്ട്, ഇവിടെയും എനിക്ക് വേണ്ട ആളുണ്ട്. ഇവിടെ എനിക്ക് വേണ്ടാത്ത ഒരാളുണ്ട്, ഇവിടെയും എനിക്ക് വേണ്ടാത്ത ഒരാളുണ്ട്. അവർ രണ്ടുപേരും ഈ ഇക്വേഷനിലുണ്ട്. ദാറ്റ് മീൻസ് ഞാൻ ചെയ്യേണ്ടത് ഇത് ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3 ആണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. എനിക്ക് എന്ത് കിട്ടും? എൻ്റെ ആൻസർ കിട്ടും. ഈ വാല്യൂസ് ഞാൻ അതേപോലെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ആഡ് ആൻഡ് സബ്ട്രാക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ഞാൻ കണ്ടുപിടിച്ചല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, അതാണ് നമ്മൾ ചെയ്തത്. 426 ഇതിന്റെ HClൻ്റെത് പ്ലസ് CH3COONAൻ്റെത് മൈനസ് NaClൻ്റെതാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി കോഹിൽ-റാഷസ് ലോ വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ആപ്ലിക്കേഷൻ വരുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? എന്താ നമ്മുടെ ഇക്വേഷൻ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈക്വൽ ടു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഓക്കെ അല്ലേ? അതായത് ഒരു കോൺസെൻട്രേഷനിലുള്ള അവരുടെ മോളാർ കണ്ടക്ടിവിറ്റി എത്രയാണെന്ന് അറിയാമെങ്കിൽ അതിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അതാണ് വേറൊരു ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kcനെ കണ്ടുപിടിക്കാം. എപ്പോൾ? ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ. കാരണം Kc ഈക്വൽ ടു C ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ ഇക്വേഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ആൽഫ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ലാംഡ എം ഡിവൈഡ് ബൈ ലാംഡ എം നോട്ട് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്തും കിട്ടും? Kcയും കിട്ടും. ഇനി
സോലുബിലിറ്റി പ്രോഡക്റ്റും സോലുബിലിറ്റിയും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. സോ ഫോർ എ സ്പാരിംഗ്ലി സോലുബിൾ സോൾട്ട്, നമ്മൾ ഇക്വിലിബ്രിയത്തിൽ പഠിച്ച കാര്യമാണ് ഇതൊക്കെ. സോ ഫോർ എ സ്പാരിംഗ്ലി സോലുബിൾ സോൾട്ട് മീൻസ് സോൾട്ട് വിത്ത് ലെസ് സോലുബിലിറ്റി, കുറവ് സോലുബിൾ ആവുന്ന ആളുകളാണ് നമ്മൾ സ്പാരിംഗ്ലി സോലുബിൾ എന്ന് പറയാറുള്ളത്. സോ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ദീസ് സോൾട്ട് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എൻ ഇൻഫൈനൈറ്റ് ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാം, സാച്ചുറേറ്റഡ് സൊല്യൂഷന്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ലാംഡ എം ഈക്വൽ ടു ലാംഡ എം നോട്ട് ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ബൈ എം എന്നെടുക്കാം. ഈ എം എന്തായിരിക്കും? അവരുടെ സോല്യുബിലിറ്റി ആയിരിക്കും. അപ്പൊ നമുക്ക് സോല്യുബിലിറ്റി ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡ് ബൈ ലാംഡ എം നോട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എസ് കണ്ടുപിടിക്കാൻ പറ്റും. എസ് കിട്ടിയാൽ പിന്നെ കെ എസ് പി എന്താണ്? എസിന്റെ ടേംസിലല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് എന്തും കിട്ടും? കെ എസ് പി നമുക്ക് കണ്ടുപിടിക്കാം. സോ എസിന്റെ ഇക്വേഷൻ കാപ്പ ഇൻറ്റു 1000 ഡിവൈഡ് ബൈ ലാംഡ എം നോട്ട്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിന്റെ പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം. അപ്പൊ അതിന് മുന്നേ നമുക്ക് എന്താണ് ഇലക്ട്രോളിസിസ് എന്ന് അറിയണം. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു റിയാക്ഷൻ നടത്താനായിട്ട് നോക്കുകയാണ്. ഓക്കെ, അതായത് ഒരു ഇലക്ട്രോലൈറ്റിനെ അതിന്റെ പെർട്ടിക്കുലർ അയോൺസ് ആക്കി മാറ്റാണ് ഇലക്ട്രിസിറ്റി അവിടെ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇലക്ട്രോലൈറ്റിനെ ഞാൻ അതിന്റെ അയോൺസ് ആക്കി കൺവേർട്ട് ചെയ്യുക, കാറ്റയോണും ആനയോണും ആക്കി കൺവേർട്ട് ചെയ്യുക. അതായത് ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ ഇവിടെ KCL എടുത്തു, എനിക്കിവിടെ ആനോഡ് ഉണ്ട്, കാത്തോഡ് ഉണ്ട്, ഇവിടെ ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഞാൻ ഈ ഒരു സൊല്യൂഷനിലേക്ക്, ഈ KCL എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിച്ചിട്ട് അതിനെ K+Cl- അയോൺസ് ആക്കി ഞാൻ മാറ്റാനായിട്ട് പോവുകയാണ്. ഇതാണ് എന്ത്? ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ആനോഡ് കാത്തോഡ് ഉണ്ട്. ഇത് നമ്മുടെ ഇലക്ട്രോളിസിസ്, ഇതാണ് ഇലക്ട്രോലിറ്റിക് സെല്ല് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ വരുമ്പോൾ ആനോഡിന്റെയും കാത്തോഡിന്റെയും എന്ത് മാറും? നമ്മുടെ സൈന് മാറും. ആനോഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, കാത്തോഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ നിങ്ങൾക്കറിയാം ഇവിടെ K+ഉം Cl- ഉണ്ടാവും എന്നുള്ള കാര്യം അല്ലേ. സോ ഈ K+ എങ്ങോട്ട് പോകും? സ്വാഭാവികമായിട്ടും നെഗറ്റീവ് അയോണിന്റെ അടുത്തേക്ക്, നെഗറ്റീവ് ഇലക്ട്രോഡിന്റെ അടുത്തേക്ക് പോകും. Cl- പോസിറ്റീവ് ഇലക്ട്രോഡിന്റെ അടുത്തേക്കും പോകും. ഓക്കെ, ഇവരെന്തിനാ പോകുന്നത്? ഇവർക്ക് Cl2 ആയിട്ട് മാറണം, ഹാഫ് Cl2 ആയിട്ട് മാറണം. ഇയാൾക്ക് എന്തായിട്ട് മാറണം? പൊട്ടാഷ്യം ആയിട്ട് ലിബറേറ്റ് ചെയ്യപ്പെടണം. അതിനാണ് അവർ അങ്ങോട്ട് പോകുന്നത്. ഓക്കെ അല്ലെ? ഇവര് എന്താ പറയുക, നെഗറ്റീവ് ഇലക്ട്രോഡിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രോണിനെ എടുത്തിട്ട് പൊട്ടാഷ്യം ആയിട്ട് മാറും. ഇവര് പോസിറ്റീവ് ഇലക്ട്രോഡിന്റെ അടുത്തേക്ക് പോയിട്ട് ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുത്തിട്ട് ക്ലോറിൻ ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഇതാണ് നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്ന ആൾ. ഇനി നമ്മൾ അതിന്റെ അക്വസ് അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിലാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ട എന്ത്? ഇലക്ട്രോലൈറ്റ് എടുക്കേണ്ടത് കേട്ടോ. സോ നമ്മൾ മോൾട്ടൺ NaCl എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആകെ Na+ ആൻഡ് Cl- അയോൺസ് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് ആനോഡിലും കാത്തോഡിലും ഒക്കെ കിട്ടുന്ന എന്തായിരിക്കും? Na+ നമുക്ക് എവിടെ കിട്ടും? കാത്തോഡിൽ കിട്ടും. സോ കാത്തോഡിൽ എന്താ കിട്ടുന്നത്? സോഡിയം ആയിരിക്കും. ആനോഡിൽ എന്ത് ലിബറേറ്റ് ചെയ്യും? ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? കാത്തോഡിൽ സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യും, ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. കറക്റ്റ് അല്ലേ? യെസ്. ഇവിടെ Cl- ഇങ്ങോട്ട് വരുന്നു, ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാത്തോഡാണ്. ഇവിടെ എന്ത് വരും? Na+ ഇങ്ങോട്ട് പോയിട്ട് സോഡിയം ആയിട്ട് നിൽക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ അല്ലേ? സോ ദിസ് ഇസ് വാട്ട് ഈസ് മോൾട്ടൺ NaClന്റെ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇനി ഇത് നടക്കുന്നത് നമ്മുടെ ഡിസ്ചാർജ് പൊട്ടൻഷ്യലിന്റെ ബേസിസിലാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞത് ഡിസ്ചാർജ് പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ടായിരുന്നു. ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് ഇത് കാണാം, ഇത് നിങ്ങൾ കൂടുതൽ മൈൻഡ് ചെയ്യണ്ട, ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ള കാര്യം. ഓക്കെ, സോ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇപ്പം ഞാൻ അക്വസ് NaCl ആണ് നമ്മുടെ മോൾട്ടൺ NaCl പകരം എടുത്തത് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ നമ്മുടെ ഇലക്ട്രോലൈറ്റിൽ ഏതൊക്കെ അയോൺസ് ഉണ്ടായിരിക്കുക? Na+ അയോൺ ഉണ്ട്, Cl- അയോൺ ഉണ്ട്, വാട്ടറിലെ അവിടെ H+ ഉണ്ട്, OH- ഉണ്ട്. കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ ആനോഡിലും കാത്തോഡിലും ആര് ലിബറേറ്റ് ചെയ്യണം എന്നുള്ളതിൽ ഇപ്പൊ എന്തുണ്ടായി? ഒരു എന്ത് നടക്കുന്നുണ്ട്? കോമ്പറ്റീഷൻ നടക്കും. കാത്തോഡിലേക്ക് Na+ പോണോ, H+ പോണോ? ആനോഡിലേക്ക് Cl- പോണോ, OH- പോണോ? അങ്ങനെ എന്ത് നടക്കും? അവിടെ ഒരു എന്താ പറയാ, നമ്മുടെ കോമ്പറ്റീഷൻ നടക്കും. ആ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ ആർക്കാണോ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ കുറവുള്ളത്, ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ കുറവുള്ള ആളായിരിക്കും അവിടെ ലിബറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കുക. സോ കാറ്റയോൺസിന്റെയും ആനയോൺസിന്റെയും അതിന്റെ ഓർഡർ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതിനാണ് ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ കുറവ് കൂടുതൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതിനനുസരിച്ചായിരിക്കും ഇവിടെ ആര് ലിബറേറ്റ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ടായിരിക്കാം. ഇനി അതിൽ വാട്ടറിന്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ ഓക്സിഡേഷൻ ഓഫ് വാട്ടർ ആണ് നടക്കേണ്ടത് എന്നുണ്ടെങ്കിൽ, അതായത്
നമ്മൾ പറയാം എന്താ പറയുക, അതായത് ആനോഡിലേക്കാണ് വാട്ടറിന്റെ മോളിക്യൂൾസ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ലിബറേറ്റ് ചെയ്യുന്നത് O2 ആയിരിക്കും. അതായത് OH മൈനസ് പോകുന്നുണ്ടെങ്കിൽ അവിടെ ലിബറേറ്റ് ചെയ്യുന്നത് O2 ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ Na+H+ എടുക്കുമ്പോൾ അവിടെ പോകുന്നത് H+ ആണെങ്കിൽ അവിടെ ലിബറേറ്റ് ചെയ്യുന്നത് H2 ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, സോ വാട്ടറിന്റെ ഏതെങ്കിലും അയോൺസ് ആണ് ഇങ്ങനെ ലിബറേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ റിഡക്ഷൻ ആണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ H2 ലിബറേറ്റ് ചെയ്യും, ഓക്സിഡേഷൻ ആണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യും. ആ റിയാക്ഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ റിയാക്ഷനോട് കൂടി നിങ്ങൾ അത് എഴുതണം. ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് വിച്ച് ദ അയോൺസ് ആർ ഡിസ്ചാർജ് അറ്റ് ഇലക്ട്രോഡ്. ഓക്കെ അല്ലേ, ഈ അയോൺസ് ഇലക്ട്രോഡിൽ ഡിസ്ചാർജ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഡിസ്ചാർജ് പൊട്ടൻഷ്യലിന്റെ ഓർഡർ നമുക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പൊട്ടാഷ്യം, ദെൻ സോഡിയം, ഹൈഡ്രജൻ ഒക്കെ ഏറ്റവും ലാസ്റ്റിലേക്കാണ് വരുന്നത്. കോപ്പർ ഹൈഡ്രജന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ എന്താണ്, കോപ്പർ ആണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുക, ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യില്ല. പക്ഷേ സോഡിയത്തിന്റെ കൂടെ എടുത്താൽ ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും, അവിടെ ലിബറേറ്റ് ചെയ്യും. ഇനി OH- ആണെങ്കിൽ OH- കൂടുതലാണ്, ക്ലോറിനെക്കാട്ടും കൂടുതലാണ്. അപ്പൊ ക്ലോറിൻ എന്ന് പറയുന്ന ഗ്യാസ് ആയിരിക്കും അവിടെ റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അക്വസ് NaCl ആണെങ്കിൽ എന്തൊക്കെ നടക്കും, ആനോഡില് ക്ലോറിൻ ലിബറേറ്റ് ചെയ്യും, കാഥോഡില് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. കാരണം Cl- OH- ആണ്, H+ Na+ ആണ്. ഇതാണ് അതിന്റെ കാരണം. സോ Cl2 ലിബറേറ്റഡ് അറ്റ് ആനോഡ്, H2 ലിബറേറ്റഡ് അറ്റ് കാഥോഡ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയാ നമ്മുടെ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് നമ്മൾ പറയാറുള്ളത്. ഇനി കോപ്പർ സൾഫേറ്റ് ആണെങ്കിൽ നമുക്ക് Cu2+ ഉണ്ട്, H+ ഉണ്ട്, അക്വസ് ആണ് പറഞ്ഞിട്ടുള്ളത്. SO4 2- ഉണ്ട്, OH- ഉണ്ട്. ഏറ്റവും കൂടുതൽ SO4 2- സോ എന്തായാലും OH- എന്ത് നടക്കുക, ഓക്സിഡേഷൻ നടന്നിട്ട് അവിടെ ഓക്സിജൻ എന്ത് ചെയ്യും, ഓക്സിജൻ ലിബറേറ്റ് ചെയ്യപ്പെടും. ഇവർ രണ്ടുപേരിലും കോപ്പർ 2+ കുറവ്. സോ കോപ്പർ സോളിഡ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. സോ ആനോഡിൽ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യും, കാഥോഡിൽ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാണ് അക്വസ് കോപ്പർ സൾഫേറ്റിന്റെ ഇലക്ട്രോളിസിസ് നടന്നാൽ അതിന്റെ പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ക്ലിയർ അല്ലേ? ഇങ്ങനെ എല്ലാത്തിനെയും ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഓൺലി തിങ് ഇസ് നിങ്ങൾക്ക് ഇതൊരു അറിയണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോഴാണ് നമ്മുടെ ഫാരഡേസ് ലോ വരുന്നത്. എന്താണ് ഫാരഡേസ് ലോ? ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൺ പാസിംഗ് കറന്റ് ഓൺ ആൻ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ, ഒരു ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനിലേക്ക് ഞാൻ കറന്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ദി amount of substance deposited or liberated on the electrode is directly proportional to the amount of charge flows through the solution എന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് നമ്മുടെ ആനോഡിൽ ഒരാൾ ലിബറേറ്റ് ചെയ്യും, കാഥോഡിൽ ഒരാൾ ലിബറേറ്റ് ചെയ്യുന്നുള്ളത്. അതിന്റെ എമൗണ്ട് W is directly proportional to amount of charge flow through it. Qക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളത്. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാനായിട്ട് നമുക്ക് അതിനെ W = ZQ എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? Q എന്താണ് കറണ്ട് ഇൻറ്റു ടൈം ആണ്. ഓക്കെ, സോ നമുക്ക് W = Z × I × T എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. Z എന്ന് പറഞ്ഞാൽ എന്താണ്, മോളാർ മാസ് ഡിവൈഡഡ് ബൈ N ഫാക്ടർ × 96,500 ആണ്. മോളാർ മാസ് ഡിവൈഡ് ബൈ N ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്നത്? സോ W ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ്, W ഗ്രാം ഡിവൈഡ് ബൈ മോളാർ മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ആണ് കിട്ടുന്നത്. സോ നമ്പർ ഓഫ് മോൾസ് = I × T ഡിവൈഡഡ് ബൈ N ഫാക്ടർ × 96,500 എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. N ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ഇലക്ട്രോൺ നമ്മൾ പറയാറുണ്ട്, നോർമാലിറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്നത് ബേസിസിറ്റി, അസിഡിറ്റി, ഇതാണ് നമ്മുടെ N ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സൊല്യൂഷൻ ഓഫ് അക്വസ് കോപ്പർ സൾഫേറ്റ് ഈസ് ഇലക്ട്രോലൈസ്ഡ് ഫോർ 10 minutes. ടൈം തന്നിട്ടുണ്ട് 10 minutes with a current I 1.5 ampere. What is the mass of copper deposited at cathode എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള ഇക്വേഷൻ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു എത്രയാണ് ഇക്വേഷൻ വരുന്നത്, I × T divided by N factor × 96,500 എന്നുള്ളത്. സോ N ഫാക്ടർ ഇവിടെ വരുന്നത് എത്രയായിരിക്കും, 2 ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. കാരണം 2 ഇലക്ട്രോൺസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ എന്താ പറയുക ഇതിൽ ഉൾപ്പെടുന്നത്. സോ കറണ്ട് 1.5, ടൈം 10 ഡിവൈഡഡ് ബൈ 2 × 96,500 ആണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗിവൺ മാസ് എന്ത് ചെയ്താൽ മതി, ഇതിനെ നമ്മൾ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മോളാർ മാസ് എത്രയാണ് 63.5 ആണ് നമുക്ക് വരുന്നുണ്ടായിരിക്കുക കോപ്പറിന്റെ മോളാർ മാസ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ WCU = 0.29 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ഈ CU × I × T, ഈ T60 എന്താണ്, ഇതിനെ നമ്മൾ സെക്കൻഡ്സിലേക്ക് മാറ്റിയതാണ്. 63.5 ആണ് എന്ത്, മോളാർ മാസ് ഓഫ് കോപ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത്. ഈ 10നെ നമ്മൾ എന്ത് ചെയ്യണം, 60 × മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, സെക്കൻഡ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം എപ്പോഴും ടൈമിനെ. ഓക്കെ,
ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. എന്താ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ കറന്റ് പാസ്ഡ് ഇൻ 2 or more electrolytic solution containing different electrolytes, the mass of the substance deposited in different cell will be in the ratio of their equivalent masses and or number of equivalent deposited in all the cells will be the same. അതായത് സെയിം കറണ്ട് തന്നെ നമ്മൾ എല്ലാ 3 സെല്ലിനും നമ്മളിങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരാൾ, ഇവിടെ 2, ഇവിടെ 2. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവരെ 3 പേരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ സെയിം കറണ്ട് ആണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലായിടത്തും ഡെപ്പോസിറ്റ് ചെയ്ത ഇക്വാലന്റ് നമ്പർ ഓഫ് ഇക്വാലൻസ് ഡെപ്പോസിറ്റഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ദ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഇൻ ഡിഫറെന്റ് സെൽ will be in the ratio of their equivalent mass എന്നാണ് പറയുന്നത്. W1 is to W2 is to W3 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? അവരുടെ ഇക്വാലന്റ് മാസ് M1 ഇക്വാലന്റ്, M2 ഇക്വാലന്റ്, M3 ഇക്വാലന്റിന്റെ എന്തിന്? റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. സെയിം കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. സോ 3 electrolytic cell containing zinc sulfate, AgNO3, copper sulfate respectively are connected in series. സീരീസിൽ കണക്ട് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. സോ ദ കറണ്ട്, കാരണം അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ? സെയിം കറണ്ട് അതിലൂടെ പാസ് ചെയ്യുള്ളൂ. നമുക്കറിയാം പാരലൽ ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ I/2 പോവും, ഇവിടെയും I/2 പോവും. സീരീസ് ആണെങ്കിൽ എല്ലായിടത്തും എന്താണ്? I കറണ്ട് ആണ് പാസ് ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ കാര്യം. ഓക്കെ അല്ലെ? സോ കറണ്ട് 2 ആംപിയർ ആണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത്. സോ നമുക്ക് മനസ്സിലായി 1.08 gram ഓഫ് Ag ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം നമ്മളെ എയിൽ ഡെപ്പോസിറ്റ് ചെയ്തത് ഈസ് ടു ബിയിൽ ഡെപ്പോസിറ്റ് ചെയ്തത് ഈസ് ടു സിയിൽ ഡെപ്പോസിറ്റ് ചെയ്തത് is equal to equivalent mass of zinc. Zincന്റെ equivalent mass എന്ന് പറയുമ്പോൾ zinc atomic mass divided by 2 is to copper atomic mass divided by 2 is to silver atomic mass. ഇതിന് ഈക്വൽ ആയിരിക്കും. വാട്ട് ഇസ് ദ മാസ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക് ഡെപ്പോസിറ്റഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇവരെ രണ്ടുപേരെയും നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. സോ സിങ്കിൻ്റെത് കിട്ടണമെങ്കിൽ നമ്മൾ സിൽവറിൻ്റെത് 2നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമുക്ക് കിട്ടും എന്താണ്? യെസ്, അതാണ് ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കുക നമ്മള്. യെസ്. ഓക്കെ, സോ നമുക്ക് പറയാം എത്ര ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളത് EA into I into T divided by 96,500 എന്ന് പറയാലോ. E എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വാലന്റ് മാസ് ഓഫ് സിൽവർ ആണ്. സിൽവറിന്റെ ഇക്വാലന്റ് മാസ് എന്ന് പറയുമ്പോൾ എത്രയേ ഉള്ളൂ? 108 ഉള്ളൂ. പക്ഷേ സിങ്കിൻ്റെത് വരുമ്പോൾ എത്രയാണ്? നമുക്ക് സിങ്കിൻ്റെത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? കാരണം നമ്മുടെ 2 നമ്മുടെ ഇവിടെ താഴെയാണ് വരുന്നുണ്ടായിരിക്കുക. W ഓഫ് സിങ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ്? വെയിറ്റ് ഓഫ് സിങ്ക് ഇൻറ്റു I ഇൻറ്റു T ഡിവൈഡഡ് ബൈ എന്ത് വരും? n ഫാക്ടർ 2 എന്ന് വരും നമുക്ക്. ക്ലിയർ അല്ലേ? സോ നമുക്ക് കിട്ടുന്ന വാല്യൂനെ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സിമിലർലി നമുക്ക് കോപ്പറിനും അങ്ങനെ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് പറയാനുള്ളതാണ് ബാറ്ററീസും സെൽസും കാര്യങ്ങളൊക്കെ. സോ ബാറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളൊരു കുറച്ച് ഗാൽവാനിക് സെൽസിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിലൂടെ നമ്മൾ ഹയർ വോൾട്ടേജ് എന്ത് ചെയ്യാനായിട്ട്? കിട്ടാനായിട്ടാണ് അങ്ങനെ നമ്മൾ സീരീസ് ആയിട്ട് വരെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ബാറ്ററീസ് കിട്ടും. പ്രൈമറി ബാറ്ററി ഉണ്ട്, സെക്കൻഡറി ബാറ്ററി ഉണ്ട്. പ്രൈമറി ബാറ്ററി എന്ന് പറഞ്ഞാൽ നോൺ റീചാർജബിൾ ആണ്. നമുക്ക് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ റിയാക്ഷൻസിനെ റിവേഴ്സ് ചെയ്തിട്ട് വീണ്ടും അതേ ചാർജ് അവിടെ കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല? കഴിയില്ല. അങ്ങനത്തെ ബാറ്ററീസ് ആണ് പ്രൈമറി സെൽസ്. സെക്കൻഡറി സെൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റീചാർജ് ചെയ്യാം അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാം. അവിടുത്തെ റിയാക്ഷൻസിനെ റിവേഴ്സ് ചെയ്തിട്ട് നമ്മുടെ ആക്ച്വൽ കണ്ടീഷനിലേക്ക് എത്തിച്ചിട്ട് വീണ്ടും അതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീയൂസ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനത്തെ സെൽസ് ആണ് സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത്. പ്രൈമറി സെൽസിന്റെ എക്സാമ്പിൾ നമുക്ക് വരുന്നത് ഡ്രൈ സെൽ അല്ലെങ്കിൽ ലെക്ലാഞ്ചേ സെൽ എന്ന് നമ്മൾ വിളിക്കും, ആൻഡ് മെർക്കുറി സെൽ. ആൻഡ് റീചാർജബിളിന് എക്സാമ്പിൾ എന്താണ്? ലെഡ് സ്റ്റോറേജ് ബാറ്ററി അല്ലെങ്കിൽ നിക്കൽ കാഡ്മിയം ബാറ്ററി എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഓരോന്നും എന്താന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഡ്രൈ സെല്ലിന് എക്സാമ്പിൾ പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ ആണ് ഡ്രൈ സെൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഡ്രൈ സെല്ല്? ഡ്രൈ സെല്ലിന് നമ്മൾ ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് കണ്ടെയ്നർ. നമ്മൾ എടുക്കുന്ന സിങ്ക് കണ്ടെയ്നർ ആണ് നമ്മൾ എന്ത്? ആനോഡ് എന്ന് പറയുന്ന ആള്. കാത്തോഡ് ആരാണ്? കാർബൺ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ആണ് നമ്മുടെ എന്ത്? ഒരു ഗ്രാഫൈറ്റിന്റെ ഒരു റോഡ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ആക്ടിങ് ആസ് എ കാത്തോഡ്. ആൻഡ് ഇവിടെ എടുക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ആരെയാണ്? മാംഗനീസ് ഡയോക്സൈഡ് ഉണ്ട് നമുക്കിവിടെ. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് അമോണിയ ഇസ് റിലീസ്ഡ്. യെസ്, നമുക്ക് ഇവിടെ കാണാം ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ സിങ്ക് 2+, കാത്തോഡിൽ നടക്കുന്നത് മാംഗനീസ് ഡയോക്സൈഡും അമോണിയവും റിയാക്ട് ചെയ്തിട്ട് മാംഗനീസ് ഓക്സൈഡും അമോണിയയും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മാംഗനീസ് ഓക്സൈഡ് ഹൈഡ്രോക്സൈഡ് മാംഗനൈറ്റ് ആണ് ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, യെസ്. ഈ ക്ലോക്ക് ഡ്രൈ സെൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ക്ലോക്കിലാണ്. നമുക്ക് യൂസ് ആൻഡ് ത്രോ ആണ് അതിന് പറ്റുള്ളൂ. അമോണിയ ഇസ് റിലീസ്ഡ് ഫ്രം ദ കോംപ്ലക്സ് വിത്ത് സിങ്ക് 2+ ടു ഗിവ് എന്ത്? സിങ്ക് NH3 4 times 2+ എന്ന് പറയുന്ന ഒരു എന്തുണ്ടാക്കും? അവരൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇവരുടെ സെൽ പൊട്ടൻഷ്യൽ 1.5 വോൾട്ട് ആണ്. ഓക്കെ ആണോ?
ക്ലിയർ ആണോ? ഇവിടെ നമ്മൾ എടുക്കുന്ന ഇലക്ട്രോലൈറ്റ് ആണ് എന്ത്? അമോണിയം ക്ലോറൈഡ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്ന ഇലക്ട്രോലൈറ്റ്. ഇവർക്കിടയിൽ നമ്മൾ എടുക്കുന്നുണ്ട്, അതായത് നമ്മൾ ഇവരെ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്, ആനോഡിന്റെയും കാഥോഡിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതാണ് നമ്മുടെ മാംഗനീസ് ഡയോക്സൈഡ്. അവരാണ് നമ്മുടെ കാഥോഡിൽ നമുക്ക് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, ക്ലിയർ? ഈ 1.5 ആലോചിച്ച് വെക്കണം. സിങ്ക് ഒരു എന്താ പറയാ, സിങ്കും അമോണിയയും കൂടെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ആലോചിച്ച് വെക്കണം. ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ് പഠിച്ചു വെക്കണം. യൂസ് എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. ക്ലോക്കിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? ഇനി മെർക്കുറി സെൽ. മെർക്കുറി സെൽ എന്ന് പറഞ്ഞാൽ ബട്ടൺ സെൽ എന്നൊക്കെ നമ്മൾ പറയുന്ന ആളാണ് മെർക്കുറി സെൽ. ഇവിടെ നമ്മുടെ ആനോഡ് ഏതാണ്? സിങ്ക് അമാൽഗം ആൻഡ് HCl എന്ന് പറയുന്നതാണ് നമ്മുടെ ആനോഡ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണ്? സിങ്ക് അമാൽഗം. HCl ഇല്ല കേട്ടോ, സിങ്ക് അമാൽഗം ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ അല്ലെ? ഇനി കാഥോഡിൽ നമ്മൾ എടുക്കുന്ന ആരെയാണ്? ഗ്രാഫൈറ്റിനെയാണ് നമ്മൾ കാഥോഡിൽ എടുക്കുന്നുണ്ടായിരിക്കുക. ആരെ എടുക്കുന്നുണ്ടായിരിക്കുക? ഗ്രാഫൈറ്റിനെ. ഇവിടെ എടുക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്താണ്? പേസ്റ്റ് ഓഫ് മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ് ആണ് നമ്മൾ എടുക്കുന്ന എന്ത്? നമ്മൾ എടുക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ക്ലിയർ അല്ലെ? ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? സിങ്കിന്റെ ഓക്സിഡേഷൻ നടക്കണം. സോ സിങ്ക് ഓക്സൈഡ് ആയിട്ട് സിങ്ക് 2+ ആയിട്ട് ഇവർ മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് കാഥോഡിൽ എന്ത് നടക്കും? കാഥോഡ് നമ്മുടെ എന്താ പറയുക, HgO എന്ന് പറയുന്നത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് Hg ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലെ? 2+ എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറും? 0 ആയിട്ട് റിഡക്ഷൻ ഇവിടെ നടക്കും. ആൻഡ് സെൽ പൊട്ടൻഷ്യൽ ഇവിടുത്തെ വരുന്നത് 1.35 ആണ്. മെർക്കുറി സെല്ലാണ് നമ്മൾ പറഞ്ഞത് എന്നുള്ള കാര്യവും കൂടെ ആലോചിക്കുക. ഓക്കെ അല്ലെ? സെക്കൻഡറി സെല്ല് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും നിക്കൽ കാഡ്മിയം ബാറ്ററിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആനോഡ് സ്പോഞ്ചി ലെഡ് ആണ്, അല്ലെങ്കിൽ മെറ്റാലിക് ലെഡ് ആണ് നമ്മുടെ എന്ത് വരുന്നത്? ആനോഡ് വരുന്നത്. കാഥോഡ് വരുന്നത് എന്താണ്? ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് PbO2 ആണ്. ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 38% വെയിറ്റ് ബൈ വെയിറ്റ് H2SO4 ആണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് വരുന്നത്. ഇവിടെ നമുക്കറിയാം ഇതിനെ റീയൂസ് ചെയ്യാം. അതായത് നമ്മൾ യൂസ് ചെയ്യുമ്പം ഡിസ്ചാർജ് ചെയ്യുന്ന റിയാക്ഷൻസ് ഉണ്ട്, റീചാർജ് ചെയ്യുമ്പോൾ റിയാക്ഷൻസ് ഉണ്ട്. സോ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആനോഡിലുള്ള Pb മാറിയിട്ട് PbSO4 ആയിട്ട് മാറുന്നു. കാഥോഡിൽ PbO2 പോയിട്ട് PbSO4 ആയിട്ട് മാറുന്നു. ഈ റിയാക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും എവിടെ നടക്കുക? റീചാർജിങ്ങിൽ നടക്കുന്നത്. അതായത് PbSO4 ആയിട്ട് മാറിയത് PbSO4 Pb ആയിട്ട് മാറി. കാഥോഡിൽ ആനോഡിൽ PbSO4 എന്തായിട്ട് മാറി? PbO2 ആയിട്ട് മാറി. ക്ലിയർ അല്ലേ? ഗോട്ട് ഇറ്റ്? യെസ്, കാഥോഡും ആനോഡും ഇവിടെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള വ്യത്യാസം. ആൻഡ് ഇക്വേഷൻ എന്താവും? റിയാക്ഷൻ എന്താവും? റിവേഴ്സ് ആവുകയും ചെയ്യും. ഓക്കെ, യെസ്. സോ സെക്കൻഡറി സെൽ അല്ലെങ്കിൽ നിക്കൽ കാഡ്മിയം സെല്ലാണ് നെക്സ്റ്റ് നമുക്കുള്ളത്. സോ നിക്കൽ കാഡ്മിയം സെല്ലിലെ ആനോഡ് വരുന്നത് എന്താണ്? കാഡ്മിയം ആണ്. കാഥോഡ് ആരാണ്? നിക്കൽ ഓക്സൈഡ് ആണ് വരുന്നത്. ക്ലിയർ ആണ്? ഇലക്ട്രോലൈറ്റ് നമ്മൾ എടുക്കുന്ന ആരെയാണ്? KOH നെയാണ് എടുക്കുന്നത്. ആനോഡിലുള്ള റിയാക്ഷൻ, ഈ റിയാക്ഷനെ കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ ഇത് പഠിക്കുക എന്നല്ലാതെ വേറെ മാർഗങ്ങളൊന്നും നമുക്കില്ല കേട്ടോ. സോ നിക്കൽ കാഡ്മിയം സെല്ലിന്റെ സെൽ വോൾട്ടേജ് വരുന്നത് 1.4 വോൾട്ട് ആയിരിക്കും. ഓക്കെ, യെസ്. ഇനി നമുക്ക് പറയാനുള്ളതാണ് ഫ്യൂവൽ സെൽസ്. എന്താ ഫ്യൂവൽ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഗാൽവാനിക് സെൽ തന്നെയാണ്. അതായത് നമ്മൾ ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കമ്പസ്റ്റൻ ഓഫ് കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂവൽസിന്റെ കമ്പസ്റ്റൻ വഴിയാണ് ഇവിടെ എന്ത് ഫോം ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ഫോം ചെയ്യുന്നത്. എന്ത് ഫ്യൂവൽ? നമുക്ക് മീഥെയിൻ എടുക്കാം, മെത്തനോൾ എടുക്കാം, ഹൈഡ്രജൻ എടുക്കാം. ഇവരുടെയൊക്കെ കമ്പസ്റ്റൻ വഴി എന്ത് ഫോം ചെയ്യുക? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് H2O2 ഫ്യൂവൽ സെൽ. അതാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് H2O2 ഫ്യൂവൽ സെൽ. ഇവിടെ എടുക്കുന്നത് ആനോഡിൽ നമ്മൾ എടുക്കുന്ന ആരെയാണ്? ഹൈഡ്രജൻ ആണ്. കാഥോഡിൽ എടുക്കുന്നത് ഓക്സിജൻ ആണ്. ഇവർ രണ്ടുപേരെയും നമ്മൾ കമ്പഷൻ നടത്തിയിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് വരുന്ന ആരാണ്? OH- അയോൺസിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഇവിടെ എടുക്കുന്നുണ്ടായിരിക്കുക. ഈ കിട്ടുന്ന വാട്ടറിനെ, ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള വാട്ടറിനെ നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിന് വരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ എത്രത്തോളം സമയം ഹൈഡ്രജനും ഓക്സിജനും രണ്ട് സൈഡിലൂടെയും കൊടുക്കുന്നുവോ അത്രത്തോളം സമയം ഈ സെല്ല് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഈ സെല്ലുകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതാണെന്ത്? സിംപ്ലി പറയുകയാണെങ്കിൽ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് കൊറോഷൻ ആണ്. കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു മെറ്റൽ എടുക്കുമ്പോൾ ആ മെറ്റൽ അതിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ ആയിട്ടും റിയാക്ട് ചെയ്തിട്ട് അതിന്റെ ഓക്സൈഡ്സ് അല്ലെങ്കിൽ അതിന്റെ സോൾട്ടുകളായി മാറുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് corrosion. So the process of slow conversion of metal to their oxides or salt by the reaction with the moisture and other gases in the atmosphere. ഇതിനെ നമ്മൾ corrosion എന്ന് വിളിക്കും. എക്സാമ്പിൾ റസ്റ്റിംഗ് ഓഫ് അയൺ ഉണ്ട്, നമ്മുടെ എന്താ പറയുക ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ യൂട്ടൻസിൽസ്, ടാർണിഷിംഗ് ഓഫ് സിൽവർ, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ മെറ്റൽ സർഫസ്, ഇവിടെ നമ്മുടെ മെറ്റൽ സർഫസ് ഇതാണെങ്കിൽ അതിന്റെ ചുറ്റും എന്തുണ്ട്? മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട് അല്ലെ. സോ ഈ മെറ്റലിന്റെ ഒരു ഭാഗം എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യും. ആനോഡ്
ആയിട്ട് ആക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ മെറ്റലിന് അവിടെ ഓക്സിഡേഷൻ നടന്നിട്ട് അത് Fe2+ ആയിട്ട് മാറും. ഓക്കെ, എന്നിട്ട് Fe2+ ആയി മാറുമ്പോൾ അവർ 2 ഇലക്ട്രോണിനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. ആ ഇലക്ട്രോൺസ് ഈ മെറ്റലിന്റെ തന്നെ വേറൊരു ഭാഗത്തേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോ ആ മെറ്റലിന്റെ ആ ഭാഗം എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ഈ ഇലക്ട്രോൺസിന് ആരെടുക്കും, നമ്മുടെ ഓക്സിജൻ എടുത്തിട്ട് ഓക്സിജൻ അതിന്റെ എന്ത് ചെയ്യും, ഓക്സിജന്റെ റിഡക്ഷൻ നടന്നിട്ട് അത് വാട്ടർ ആയിട്ട് മാറും. ഓക്കെ, സോ എന്നിട്ട് ഈ Fe2+ വാട്ടറും കൂടി ചേർന്നിട്ട് അവസാനം Fe2O3 എന്ന് പറയുന്ന റസ്റ്റ് ആയിട്ട് അവർ മാറും. ഈ Fe2O3 ആണ് എന്ത്, നമ്മുടെ റസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന എന്ത്, തുരുമ്പ്. ഓക്കെ ആണോ? സോ നിങ്ങൾ ആലോചിക്കുക, മെറ്റൽ സർഫസിലെ ഒരു ഭാഗം ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അവിടെ ഓക്സിഡേഷൻ നടക്കുന്നു, ആ ഇലക്ട്രോൺസ് ഇങ്ങനെ മെറ്റൽ ത്രൂ മെറ്റലിന്റെ തന്നെ വേറൊരു ഭാഗത്തേക്ക് പോകുന്നു, അത് കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു എന്താണ്, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. എന്തുകൊണ്ടാണ് കൊറോഷൻ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറോഷൻ ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? ഇനി എങ്ങനെ ഇത് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു മെറ്റൽ ഇവിടെ ഓക്സിഡൈസ് ചെയ്യുന്നത് നമ്മൾ തടയണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, ബാരിയർ പ്രൊട്ടക്ഷൻ ചെയ്താൽ മതി. ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മേലെ നമ്മൾ എന്തെങ്കിലും കോട്ടിങ് കൊടുക്കുക എന്നുള്ളതാണ് ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ ചെയ്യാം. അതായത് ഈ അയൺ ആണല്ലോ ഓക്സിഡൈസ് ചെയ്യുന്നത്, അയണിനെ കാട്ടും ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരാൾ നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ അയൺ ആണോ അയാളാണോ ഓക്സിഡൈസ് ചെയ്യുക, ആ ഒരു കൂടുതൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആൾ ഓക്സിഡൈസ് ചെയ്യൂലേ. അപ്പോൾ സിങ്ക് പോലെയുള്ള കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോട്ട് ചെയ്ത് കൊടുക്കുക. അത് പെർട്ടിക്കുലർലി നമ്മൾ സിങ്ക് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ നമുക്ക് ഗാൽവനൈസേഷൻ എന്ന് വിളിക്കാനായിട്ട് കഴിയും. എന്താ വിളിക്കാം, ഗാൽവനൈസേഷൻ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കാത്തോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ഉണ്ട്. അഗെയിൻ നമ്മൾ സിങ്ക്, മെഗ്നീഷ്യം, അലുമിനിയം പോലത്തെ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസിനെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഈ അയണിനെ നമ്മൾ എന്ത് ചെയ്യും, അയണിന്റെ റിയാക്ഷൻ നമ്മൾ സപ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആൽക്കലൈൻ സൊല്യൂഷൻസ് ആയിട്ടുള്ള ആൽക്കലൈൻ ക്രോമേറ്റ്, ആൽക്കലൈൻ ഫോസ്ഫേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ മേലെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നടക്കില്ല, കൊറോഷൻ നടക്കില്ല. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് പ്രിവെൻഷന്റെ മെത്തേഡ്സ് വരുന്നത്. റിപ്പീറ്റഡ് ആയി ചോദിച്ച് കാണുന്നതാണ് പ്രിവെൻഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ നോട്ട്സ് നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വേഗം പോയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, യെസ്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്. ഇതുവരെ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. That's from my end for today. This is me Shivila signing off from Vedantu Malayalam. See you again another day with another topic. Till then, ta-ta and bye-bye.